Dhanesh. Thank you, Dr. Dhanesh. Thank you, Dr. I'm leaving. Thank Sumanagumari you. Pande. Yes. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാർച്ചിന്റെ അവസാന ദിവസമായ മാർച്ച് 31 തിങ്കളാഴ്ച. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്ന ഡോക്ടർ വേണുഗോപാൽ എസ് റെഡ്ഡിയാർ സാറാണ്. സാർ ഇതിനകം നമുക്ക് പല ക്ലാസ്സുകളും നേരത്തെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ സാറിന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ സെഷനിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറ് ബിഹേവിയറൽ സയന്റിസ്റ്റായി USA-യിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കൂടാതെ MD, MRCP എല്ലാം ക്വാളിഫിക്കേഷനുള്ള വ്യക്തിത്വമാണ്. സാറ് നമുക്ക് വളരെ രസാവഹമായാണ് നമുക്ക് സൈക്കോളജി അല്ലെങ്കിൽ ബിഹേവിയർ, പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ സംബന്ധിച്ച് നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ളത്. ഇന്ന് സാറിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഡോക്ടറെ ആദരപൂർവ്വം ക്ഷണിക്കും. ക്ലാസ് തുടങ്ങാം സാർ. ഓക്കെ, ഗുഡ് ഈവനിങ് എവരിബഡി. എനിക്ക് ആ ഈശ്വര പ്രാർത്ഥന ഓരോരുത്തരും എന്ത് പറഞ്ഞു എന്ന് അറിയാൻ എനിക്ക് വലിയ താല്പര്യം. ദൈവമേ, ഭഗവാനെ, ഞങ്ങളെ രക്ഷിക്കണേ. ഇനി അടുത്ത 1 മണിക്കൂർ ഇങ്ങനെ ഞങ്ങളെ കൊലപാതകം വധിക്കരുത് എന്നാണ് പ്രാർത്ഥിച്ചത്. ഇന്നത്തെ സെഷൻ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഈസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. നിങ്ങളുടെ ഡോപ്പമിൻ കൂടും. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ കൂടണമെങ്കിൽ ചിരിക്കണം. ഞാൻ നിങ്ങളെല്ലാം ചിരിപ്പിക്കും. അപ്പൊ അതിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ശൈല അവരുടെ പല്ലൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പം ആദ്യം ഞാൻ കുറച്ച് പറഞ്ഞപ്പോൾ അപ്പൊ അതിൽ നിന്ന് തന്നെ ചിരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ബോധ്യമായി. ഇനി ഐ അപ്രീഷിയേറ്റ് ഡോക്ടർ ധനേഷ് ഫോർ സ്കെഡ്യൂളിംഗ് മൈ ടോക്ക്. Let me start the slideshow. I assume you can see the slide and hear me well. Okay, sir. Body language, ശരീര ഭാഷ. ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരാളെ നമ്മൾ സംസാരിക്കാൻ വിളിക്കുമ്പോൾ ആദ്യം ഉറപ്പുവരുത്തേണ്ടത് ആ വരുന്ന സ്പീക്കർക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് നല്ല ഡീപ്പ് ആൻഡ് ബ്രോഡ് നോളജ് ഉണ്ടോ എന്നുള്ളത്. വെറും ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു നോളജ് ആയിട്ട് വരുന്ന ഒരാൾ വിളിക്കുകയും ചെയ്യുക. അപ്പൊ ഈ കാര്യത്തിൽ നിങ്ങൾ ഏതായാലും യു ഹാവ് കോൾ ദി റൈറ്റ് പേഴ്സൺ. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തോന്നും ഇയാൾ ഭയങ്കര അഹങ്കാരിയാണ് കേട്ടോ. നോക്കിക്കോളെ, ഇയാൾ എത്ര അഹങ്കാരം കാണും. ഈഗോ അങ്ങ് തലയിൽ കയറി തലപ്പം പൊട്ടുമെന്ന് വിചാരിക്കായിരിക്കും. ഐ എം ഷെയറിംഗ് സം ഫാക്ട്സ്. 1989 മുതൽ അത് കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഈ സബ്ജക്റ്റ് ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഒരു 200ഓളം ടോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് 100ഓളം സെമിനാർസും ഇതിനും വർക്ക്ഷോപ്സും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും അമേരിക്കയിലും. ഇന്ത്യയിൽ 1986 അല്ലെങ്കിൽ 87 ആദ്യമായിട്ട്, അന്ന് നമുക്ക് ദൂരദർശൻ മാത്രമേ ഉള്ളൂ, TV ചാനൽ. ആദ്യമായിട്ട് ദൂരദർശൻ ഒരു 30 മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ അവർ ടെലികാസ്റ്റ് ചെയ്തു. എന്നെ വെച്ചാണ് അവർ ഷൂട്ട് ചെയ്തത്. അതിന്റെ ടൈറ്റിൽ അവാചിക ആശയവിനിമയം. അവാചിക, അതായത് വാചികം എന്ന് പറഞ്ഞാൽ വെർബൽ, അവാചികം എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ. അത് 30 മിനിറ്റ് ഉള്ളത്. അതിന് വീണ്ടും റീടെലികാസ്റ്റ് ചെയ്തു. അന്ന് കോമ്പറ്റീഷൻ ഒന്നുമില്ല, വേറെ ചാൻസ് ഒന്നുമില്ല. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ എന്റെ 1 hour ലോങ് ടോക്ക് ക്രോസ് കൾച്ചറൽ ബോഡി ലാംഗ്വേജ്, ഇവിടുത്തെ വൺ ഓഫ് ദി ടോപ്പ്
ഒരു 5 റേഡിയോ സ്റ്റേഷൻസ് ആണ്. NPR, നാഷണൽ പബ്ലിക് റേഡിയോ, അവരതിനെ റെക്കോർഡ് ചെയ്തിട്ട് 1 മണിക്കൂറാണ് അതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. then അമേരിക്കയിലെ അയോവയിലെ ലീഡിംഗ് ന്യൂസ് പേപ്പർ ഡെമോയിൻ രജിസ്റ്റർ, അവരുടെ വീക്കെൻഡ് എഡിഷൻ, നമുക്ക് മനോരമ, മാതൃഭൂമി പത്രങ്ങളൊക്കെ വീക്കെൻഡ് എഡിഷൻ ഉള്ളതല്ലേ, അവരുടെ വീക്കെൻഡ് എഡിഷനിൽ എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് വീഡിയോ എസ്സേ ആൻഡ് ക്രോസ് കൾച്ചറൽ ബോഡി ലാംഗ്വേജ് പബ്ലിഷ് ചെയ്തു. ഇത്രയും ഞാൻ പറയാൻ കാരണം, ഈ ഇരിക്കുന്നവർക്ക് ഈ ശരീരഭാഷയെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇദ്ദേഹം ധനേഷ് വന്നിട്ട് ഒരു ആപ്പ ഊപ്പ അല്ല വിളിച്ചിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം ഒന്ന് ഇത് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ്. പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 100 മണിക്കൂർ, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 100 മണിക്കൂർ സംസാരിക്കാനായിട്ടുള്ള മെറ്റീരിയലും സബ്സ്റ്റൻസും ഉണ്ട്. 1 മണിക്കൂറിനകത്ത് നിർത്തുമ്പോൾ വളരെ കുറച്ചേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അറിയാവുന്നതിന്റെ ഒരു 2% പോലും എനിക്ക് പറയാൻ പറ്റും തോന്നുന്നില്ല. വെറും 2%. അതാണ് ചിലരൊക്കെ അയ്യോ അതിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറയാത്തതിന് കാരണം സമയപരിമിതിയാണ്. ദാറ്റ് ഈസ് ദി മെയിൻ റീസൺ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാൻ പോവാണ്. ലെറ്റ് മീ സ്റ്റാർട്ട് ദി ഫസ്റ്റ് സ്ലൈഡ്. Purpose of this talk is to entertain, enlighten and empower you with the knowledge and skills. ആദ്യം ഉപയോഗിച്ച വാക്കാണ് entertain. ഇന്നിപ്പം എന്റർടൈൻമെന്റ് ഇല്ലാതെ, ഞാൻ എപ്പോഴും പറയാവുന്നതാണ്, ജസ്റ്റ് മെഡിസിൻ പോലും ബിറ്റർ മെഡിസിൻ കഴിക്കാൻ ആരും തയ്യാറല്ല, ഒരു ടാബ്ലറ്റ് പോലും. അതുകൊണ്ടാണ് ഷുഗർ കോട്ടഡ് ആയി ടാബ്ലറ്റ് കൊടുക്കുന്നത്. ടാബ്ലറ്റ് ഇസ് ബിറ്റർ ബട്ട് ഷുഗർ കോട്ടിങ്. അതുപോലെ പഠിക്കുന്ന പണി ഇതെല്ലാം എന്റർടൈൻമെന്റ് കോട്ടഡായിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ക്ലാസ് ഒക്കെ വളരെ ബോറിംഗ് ആയിട്ട് പിള്ളേരെ സ്കൂളിൽ പോകാനായിട്ട് യാതൊരു താല്പര്യം ഇല്ലാത്തത്. ഈ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ എസ് ഇട്ടെ വൈ എന്നിട്ടെ ചാറ്റ് ബോക്സിൽ. പിള്ളേർ എന്തുകൊണ്ടാണ് സ്കൂളിൽ പോകാനായിട്ട് ദേ ഹേറ്റ് ടു ഗോ ടു സ്കൂൾ. യെസ്, ഡോക്ടർ നീത സാറങ്കൻ. എന്തായാലും മെനി ടീച്ചേഴ്സ്, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിങ് വേണം. 3/4 ഓഫ് ടീച്ചിങ് ഈസ് ആക്ടിങ് ആണ്. അതില്ല. സോ ദാറ്റ് ഈസ് വയർ ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. താങ്ക് യു ലതാജി. സോ എന്റർടൈൻമെന്റ് കോട്ടിയാണ്. I will talk about things you don't know. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. യു മൈറ്റ് നോ, ചിലപ്പോൾ അറിയാമായിരിക്കാം വേഗമായിട്ട്. പിന്നെ യു മസ്റ്റ് നോ, ഇത് അത്യാവശ്യം, ആവശ്യമല്ല അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. My webinar is based on FEQ, facts, experience എൻ്റെ പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ഈ ബോഡി ലാംഗ്വേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, പിന്നെ കൊട്ടേഷൻസ്, ഇത്രയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റീഫൻ കോവി, ഇദ്ദേഹത്തിന്റെ പുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, ദി 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ. കമ്മ്യൂണിക്കേഷൻ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ആക്ടിവിറ്റി ഓഫ് മാൻ. Am I right? Right ആണെങ്കിൽ ആറട്ടെ. കമ്മ്യൂണിക്കേഷൻ ഇസ് ദി മോസ്റ്റ് സിംഗിൾ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു ഹോമിയോപ്പതി, കമ്മ്യൂണിക്കേഷൻ അല്ലേ? രോഗി വരുമ്പോൾ രോഗി നിങ്ങളുടെ അവരുടെ രോഗലക്ഷണം പറയുന്നു, കമ്മ്യൂണിക്കേഷൻ അല്ലേ? അവിടെ തന്നെ രോഗി, പേഷ്യന്റ് ഇസ് എ പൂർ കമ്മ്യൂണിക്കേറ്റർ, എല്ലാം പോയി. ശരിക്കുള്ള ഹിസ്റ്ററി കിട്ടത്തില്ല. ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണ്. ഇല്ല, പറയാൻ അറിഞ്ഞുകൊടുത്തവരാണ് നല്ലൊരു ശതമാനം രോഗികളും. ടീച്ചേഴ്സ്, കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് ഈ മിക്കപ്പോഴും പിള്ളേർ നന്നായിട്ട് പഠിക്കാത്തതും പരീക്ഷ പാസ്സാകാത്തതും. പാരന്റ്സിന്റെ പൂർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതുകൊണ്ടാണ് പിള്ളേർ പലപ്പോഴും വഴിതെറ്റി പോകുന്നതല്ല. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ, പോളിറ്റീഷ്യൻ എന്താണ്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നല്ലതായിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ, എക്സെപ്റ്റ് കുറച്ചുപേര് പറ്റും എന്റെ അറിവിൽ. അതായത് അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും രാഷ്ട്രീയത്തിലെ മറ്റേ മന്ത്രിമാരായിരുന്നു. ഞാൻ ആ പരമ്പരയാണ്. അതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണ്ട. അത് മോള് വിജയിക്ക് വരാം. അല്ലാതെ ഫസ്റ്റ് ജനറേഷൻ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അച്യുതാനന്ദൻ, 7ാം ക്ലാസ്സും തയ്യലും ഉള്ള അച്യുതാനന്ദൻ ചീഫ് മിനിസ്റ്റർ വരെ ആകുന്നുണ്ടെങ്കിൽ, പ്രതിപക്ഷ നേതാവായിട്ടാണെന്നുണ്ടെങ്കിൽ, ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലല്ലേ അസറ്റ്. ആമേ റൈറ്റ്? റൈറ്റ് ആണെങ്കിൽ ആറട്ടെ.
ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞാണ് പോകുന്നത്. റിയൽ ലൈഫ് എക്സാമ്പിൾ. യെസ് ലതാജി. അതേപോലെ അമൃതാനന്ദമായി സുധാമണി വെറും 4ാം ക്ലാസ്, മുക്കോശ്രീ ഈ ലെവലിലോട്ട് എത്തുന്ന എവിടെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഏത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്? ബോഡി ലാംഗ്വേജ്. സുധാമണിയുടെ കംപ്ലീറ്റ് സ്ട്രെങ്ത് അവരുടെ ബോഡി ലാംഗ്വേജ് ആണ്. ഡു യു ഫൈൻഡ് ഇറ്റ് സോ ഫാർ ഇൻട്രസ്റ്റിംഗ്? ഇൻട്രസ്റ്റിംഗ് ആണെന്ന് അറിയട്ടെ, ആദ്യം അറിയട്ടെ ഈ പോകുന്ന പോക്കില് ഇങ്ങനെയുണ്ട്. ഓക്കെ സനൽകുമാർജി, ഓക്കെ ഗീതാജി, താങ്ക് യു. ഈ പറയുന്ന എല്ലാത്തിനും ഞാൻ വിത്ത് എവിഡൻസ്, ഞാൻ എന്താ പറഞ്ഞു, വിത്ത് എവിഡൻസ്, ഫാക്ട്സ് ആണ്. എവിഡൻസ് ഇല്ലാതെ ഒന്നും ഞാൻ പറയത്തില്ല. വെറുതെ ഇങ്ങനെ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഡാക്ടറാണ്, അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചല്ലേ, അങ്ങനെ കുറെ തള്ളി, ഇങ്ങനെ വന്ന് കുറെ തള്ളാൻ വന്നിരിക്കുകയാണ്. അറിയാമല്ലോ, ഞാൻ അമേരിക്കയിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ എല്ലാ വാക്കുകളും എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. തള്ളു കിള്ളു എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് അത് ഞാനിവിടെ തള്ളാൻ ഒന്നും വന്നിട്ടില്ല. സോ സക്സസ് ആൻഡ് ഹാപ്പിനെസ് ഡിപ്പെൻഡ് ഓൺ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ത്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ ഒരു 10, 20, 25 കാർഡിയോളജിസ്റ്റുകളുണ്ട്. ഇവിടെ എത്ര പേരാണ് ത്രൈവ് ചെയ്യുന്നത്? ഒരു 3 or 4 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഈച്ച അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. കാർഡിയോളജിസ്റ്റ് ഒക്കെയാണ്, MD DM എല്ലാം കഴിഞ്ഞു. വെറും ഒരു MBBS വെച്ചിട്ട് ഒരു ഡോക്ടർ പ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ, അങ്ങേര് ഡയബറ്റീസിന് ജിലേബി കഴിക്കൂ, അലുവ കഴിക്കൂ എന്നും പറഞ്ഞ് അങ്ങേര് നന്നായിട്ട് ത്രൈവ് ചെയ്യുന്നുണ്ട്. ഈ പേര് കേട്ടിട്ടുണ്ടോ? ഡോക്ടർ പ്രസാദ് എന്ന് പറഞ്ഞ് ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ വയ്യട്ടെ. വെറും MBBS ഉള്ളൂ. പുള്ളിക്കാരൻ ലക്ഷക്കണക്കിന് ചെയ്യുന്നു. അവിടെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ജനത്തിനെ പറഞ്ഞ് അവരൊന്ന് പെർസ്വേഡ് ചെയ്യുന്നത്, അതാണ് കഴിവ്. ഓക്കെ, താങ്ക് യു. കമ്മ്യൂണിക്കേഷൻ ഇസ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ത്രൂ വെർബൽ ഓർ നോൺ വെർബൽ മീൻ. ഈ വെർബൽ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉപയോഗിച്ച്, അതാണ് വെർബൽ. നോൺ വെർബൽ ബോഡി ലാംഗ്വേജ്. ഇത് മിക്കവർക്ക് അറിയത്തില്ലായിരിക്കും. 93-7 rule in communication. 93% is non-verbal. Only 7% is verbal. ഇത് ഇന്നിപ്പോഴും പറയുന്നതിന് മുമ്പ് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ ഒന്ന് എണ്ണട്ടെ. ഐ വാണ്ട് ടു നോ. 93% നോൺ വെർബൽ ആണ്. ഇത് അറിഞ്ഞുകൂടായിരുന്നല്ലോ. ഓക്കെ, നിത താരങ്കൻ, താങ്ക് യു. ലതാ മനോഹരൻ, താങ്ക് യു. റെഡ്മി. അപ്പം ഈ ഇതില് ദേവി, യെസ്, അവർക്ക് അറിയാമായിരുന്നു. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇപ്പോൾ തന്നെ ഒരു 4-5 പേരിട്ടതിൽ 80% പേർക്കും അറിഞ്ഞുകൂടാ. കുറെ പേര് ഒന്നും ഇടാതെ അവിടെ ഇങ്ങനെ കൈ തളർന്നിരിക്കുകയാണ് കേട്ടാ. കൈ തളച്ച, അതുകൊണ്ട് ആ കീബോർഡിൽ പ്രസ് ചെയ്യാൻ വയ്യ കേട്ടാ. കൈ 2 തളർന്നിരിക്കുകയാണ് കേട്ടാ. എന്ത് ചെയ്യും ഞാൻ? അതാണ് ഇരിക്കുന്നത്. ഒന്ന് കൈയൊക്കെ ഒന്ന് ഉന്മേഷമായിട്ടൊന്ന് ഇട്ടേ. എനിക്ക് അറിയണം. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ 2 way ആണ്, 1 way അല്ല. അതെ, ഓക്കെ സനൽകുമാർജി, താങ്ക് യു. What to say is important, but how to say is more important. How you say matters more than what you say. ഞാൻ പറയാം, എന്ത് പറയുന്നു ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ പറയുന്നു? ഇപ്പൊ തന്നെ ഞാൻ ഒരു പറഞ്ഞു, എങ്ങനെ പറഞ്ഞു കണ്ടില്ലേ? ഞാൻ എങ്ങനെ പറഞ്ഞു, ഒരു ജസ്റ്ററും കൂടെ ഉപയോഗിച്ചിട്ടാണ്. അതല്ല, ഇതിനെ തന്നെ വാട്ട് യു സേ ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഹൗ യു സേ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. വാട്ട് യു സേ മാറ്റേഴ്സ്, ബട്ട് ഹൗ യു സേ മാറ്റേഴ്സ് മോർ. ഇങ്ങനെ ഞാൻ പറയാമല്ലോ, സെയിം ഇതാണല്ലോ, വെർബൽ ആയിട്ട് സെയിം. പക്ഷെ ആ വ്യത്യാസം എവിടെയാണ് വന്നത്? ബോഡി ലാംഗ്വേജിൽ. ഒരു സിനിമയുടെ ഡയലോഗ് നിങ്ങൾ മോഹൻലാലിന്റെ അടുത്ത് കൊടുക്കണം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. മോഹൻലാൽ അടുത്ത് കൊടുക്കണം. അതേ ഡയലോഗ് തന്നെ മമ്മൂട്ടി എടുത്ത് കൊടുക്കണം.
വെരി സെയിം ഡയലോഗ് സുരേഷ് ഗോപിയുടെ കൊടുക്കണം. 3 പേരും അവതരിപ്പിക്കുമ്പോൾ വ്യത്യാസം കാണുമോ? എവിടെയാണ് ആ വ്യത്യാസം? സെയിം ഡയലോഗ്, വെർബലി സെയിം, ബോഡി ലാംഗ്വേജ്. കൺവിൻസ്ഡ് ആയോ? കൺവിൻസ്ഡ് ആയെങ്കിൽ C8. പറയുന്ന നേരെ 8. ഈ പറയുന്നതിന് കൺവിൻസ്ഡ് ആയോ? യെസ്, താങ്ക് യു നീതാജി. It is eventually, it is the body language which makes the whole difference. Namanayasi, thank you. Shaila, thank you. Lalu Varghese, thank you. കൈയുടെ തളർച്ചയ്ക്ക് മാറ്റി, ഉന്മേഷം വരുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, ഗുഡ്. ഓക്കെ, സോ ഈ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആദ്യം ഞാൻ കണ്ട് വായിച്ച പുസ്തകമാണ് 1985 ബോഡി ലാംഗ്വേജ്, ജൂലിയസ് ഫാസ്റ്റ്. ചെറിയ പുസ്തകമാണ്, അത് 200-250 പേജേ ഉള്ളൂ. അത് എനിക്ക് കിട്ടിയ താല്പര്യത്തോടുകൂടി പിന്നെ ഞാൻ വാങ്ങിച്ചാണ് മാൻ വാച്ചിങ്. ഇദ്ദേഹം ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. ഭൂഗ്രൻ പുസ്തകമാണ്. ആർക്കെങ്കിലും വായിക്കണം തോന്നിച്ചാൽ അത് വാങ്ങിക്കുക. ഒരുപാട് ബ്യൂട്ടിഫുൾ കളർഫുൾ ഫോട്ടോഗ്രാഫ്സ്. പവർ ഓഫ് ബോഡി ലാംഗ്വേജ്. We communicate all the time, even when we don't realize it. Be aware of body language. ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ ക്ലിനിക്കിൽ തന്നെ വന്നിരിക്കുന്ന രോഗികളോട് ഇരിക്കത്തില്ലേ, ബന്ധുക്കൾ ഇരിക്കത്തില്ലേ, അവരൊന്നും പറയാതിരിക്കുമ്പോൾ തന്നെ ഒരാൾ ഇങ്ങനെ ഇരിക്കും, ഒരാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. ഒരക്ഷരം പറയണ്ട. They are communicating. മനസ്സിലായോ? ഒരക്ഷരം മിണ്ടിയില്ലെങ്കിലും നമ്മള് കിടക്കുന്നു, ഉറങ്ങുന്നു, അപ്പോഴും ബോഡി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഉറങ്ങുന്നു, അപ്പോൾ കാണുന്നു, അത് നല്ല ഉറക്കമാണ് കേട്ടോ. എന്താണ് ബോഡി ലാംഗ്വേജ്? അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ് ബോഡി ലാംഗ്വേജ്? ഉറക്കം വരുന്നില്ലേ? നമ്മൾ ചോദിച്ചത് എന്താണ്? ഉറക്കം വരുന്നില്ലേ? എല്ലാം പറഞ്ഞു അങ്ങനെ നമ്മുടെ അടുത്ത് ഉറക്കം വരുന്നില്ല എന്ന്. അസ്വസ്ഥത. All the time, 24 hours we are communicating. Agreed? Agree ആണെച്ചാൽ ഏട്ടെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരു സെക്കൻഡ് പോലും ഇല്ല. Agreed? Thank you, ലതാജി. ഒരു സെക്കൻഡ് പോലും ഇല്ല. ഗീതാജി, താങ്ക് യു. ഗുഡ്. Right. Body language is more powerful than words. 6 components of body language in non-verbal communication ആണ്. 1 kinesics, 2 vocalics, 3 oculesics, 4 proxemics, 5 haptics, 6 objectics. ഓടിക്കളയരുത്. ഇപ്പൊ 37 പേരുണ്ട്. എടാ, ഇത്രയും നേരം വലിയ കുഴപ്പമില്ലാതെ വരുന്നു, ഇപ്പോഴും അയാൾ എന്നാണ്ടൊക്കെ പറയുന്നത് വോക്കലിസിക്സ്, കേക്കിലിസിക്സ്, എന്തോന്ന് കേക്കൊക്കെ വേറെ ജോലിയില്ലേ, നമുക്ക് ഉറങ്ങാൻ പോവാം എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടളയരുത് കേട്ടോ. ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത അത് കേൾക്കുമ്പോ പേരുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇത് കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങളാണ്. എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നും. കൈനറ്റിക്സ്, നിങ്ങൾ കൈനറ്റിക് ഹോണ്ട കേട്ടാണ്. കൈനറ്റിക്സ് ഓൾ മീൻസ് ഇസ് മോഷൻ, മൂവ്മെന്റ്. അതാണ് കൈനറ്റിക്സ്. എന്താണ് നമ്മുടെ പോസ്ചർ, നമ്മൾ എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, ആ പോസ്ചർ അത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഉദാഹരണം, നാളെ നിങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ട് നിങ്ങളടുത്ത് പറയുന്നു, അതിൽ കുറെ പേര്, ഒരു 100 പേര് നടന്നു പോകുന്നുണ്ട്, പുരുഷന്മാര്. അതില് 2 പേര് പണ്ട് പട്ടാളത്തിൽ നിന്ന് വിരമിച്ചവരാണ്, എക്സ് സർവീസ്മെൻ ആണ്. ആ 2 പേര് ആരാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ? പറ്റുമെന്നുണ്ടെങ്കിൽ എസ് എട്ടെ. ഇപ്പൊ യൂണിഫോം ഒന്നും ഇല്ല. 2 പേര് പട്ടാളത്തിലായിരുന്നു പണ്ട്. യെസ് യെസ്. എന്തുകൊണ്ടാണ്? അവർ നടക്കുന്ന രീതി അല്ലെ, പട്ടാളത്തിൽ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ കുറെ ആഴ്ച പിന്നെ അതൊരു ഹാബിറ്റ് ആയി കഴിഞ്ഞു. അവരിങ്ങനെ കുഞ്ഞൊന്നും നടക്കത്തില്ല, നിൽക്കത്തില്ല, കറക്റ്റായിട്ട് തന്നെ നിൽക്കും. നടക്കുന്നതും അതുപോലെ ഇരിക്കും. സോ അതാണ് ആ പോസ്ചർ, ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം. ഗേറ്റ്, അതാണ് ഗേറ്റും വരികയാണ്. നിൽക്കുന്നത് പോസ്ചർ, ഗേറ്റ് നടക്കുന്ന രീതി. ഗേറ്റ് ഇസ് വാക്കിംഗ്, ദി വേ. ജസ്റ്റേഴ്സ് ആംഗ്യങ്ങൾ കാണിക്കുന്നത്. ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖഭാവം, ഇതെല്ലാം കൈനറ്റിക്സിൽ വരും.
ഡൊണാൾഡ് ട്രംപ്. ഞാൻ എല്ലാ സക്സസ്ഫുൾ പൊളിറ്റീഷ്യനെയും എല്ലാ അൺസക്സസ്ഫുൾ പൊളിറ്റീഷ്യന്റെ ബോഡി ലാംഗ്വേജ് ഞാൻ നോക്കും. പഠിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും നോക്കണം. എന്തുകൊണ്ട് ഇയാൾ സക്സസ്ഫുൾ, എന്തുകൊണ്ട് ഇയാൾ അൺസക്സസ്ഫുൾ. നമ്മളെ ഒരു ഡയറക്ടർ ഉണ്ട്, സത്യൻ അന്തിക്കാട്, നിങ്ങൾ കേട്ട് കാണും. സത്യൻ അന്തിക്കാട് ഒരിക്കൽ ഒരു ഇതിൽ പറഞ്ഞാണ്, ഒരു 30 വർഷത്തിന് മുമ്പ് ഞാനത് വായിച്ചാണ്. പുള്ളി പറഞ്ഞത്, പുള്ളിയെടുത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ചില പൊളിഞ്ഞ സിനിമ കാണാൻ പോകുന്നത്? തിയേറ്ററിൽ ഇറങ്ങിയിട്ട് 2 ആഴ്ച പോലും ഓടിയിട്ടില്ല. ആ സിനിമയെ പുള്ളി എന്ത് കാണാൻ പോയിരുന്നു? നിങ്ങൾ എന്തിനാണ് ഈ മറ്റേ പാളിഷായ സിനിമ കാണാൻ പോകുന്നത്? പുള്ളി പറഞ്ഞാണ്, എന്തുകൊണ്ട് അത് പൊളിഞ്ഞു എന്ന് എനിക്ക് അറിയണം. അത് കാരണം അതേപോലെ ഞാനും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആ സിനിമയിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്ന വെച്ചാൽ എന്തുകൊണ്ട് ഈ സിനിമ പൊളിഞ്ഞു. അപ്പൊ ഞാൻ എടുക്കുമ്പോൾ ഡയറക്ഷനിൽ അത് വരാതിരിക്കാനാണ്. സോ യു ക്യാൻ ലേൺ എ ലോട്ട് ഫ്രം ദി ഫെയിലിയേഴ്സ് ബാക്കിയുള്ളവരുടെ. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് സക്സസ്ഫുൾ പൊളിറ്റീഷ്യനെയും അൺസക്സസ്ഫുൾ പൊളിറ്റീഷ്യനെയും അവരുടെ എല്ലാം ബോഡി ലാംഗ്വേജ് ഞാൻ നോക്കും. എന്തുകൊണ്ടാണ് ഇയാൾ സക്സസ്ഫുൾ, എന്തുകൊണ്ടാണ് അയാൾ അൺസക്സസ്ഫുൾ. അപ്പൊ അങ്ങനെ ട്രംപ് ആണെച്ചാൽ കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് വടിപോലൊന്നും ഇരിക്കത്തില്ല, റോബോ പോലും ഇരിക്കത്തില്ല. എല്ലാ വികാരങ്ങളും നവരസങ്ങളും കാണിക്കും കേട്ടോ, മുഖത്ത് എല്ലാം പ്രകടിപ്പിക്കും. ആ കൈ തന്നെ കണ്ടില്ലേ, 2 ജസ്റ്റം കാണിക്കുകയാണ്, 2 കൈയും വെച്ചുണ്ട്. വടിവലോടെ നിൽക്കുകയില്ല. വേറെ കുറെ പേര് പറഞ്ഞാല് ആ പോഡിയത്തിന് അതിനെ പിടിച്ചോണ്ട് നിൽക്കും, അവസാനം വരെ വിടത്തില്ല. ചില ആണെങ്കിൽ മൈക്കിനെ പിടിച്ചോണ്ട് അങ്ങനെ നിൽക്കും, വിടത്തില്ല. അതല്ല. സോ ദാറ്റ് ഈസ് വാട്ട് ട്രംപ്. വാട്ട് അബൌട്ട് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ഇപ്പോഴത്തെ പൊളിറ്റീഷ്യൻ നരേന്ദ്രമോദി. സംശയമുണ്ടോ? 3 തവണ പ്രൈം മിനിസ്റ്റർ. നെഹ്റു പറയും 3 തവണ. അന്ന് എത്ര അപ്പോസിഷൻ പാർട്ടി എത്ര ഉണ്ടായിരുന്നു? 5-6 പാർട്ടികളെ ഉള്ളൂ. 5-6 പാർട്ടികൾ. ഇന്ന് എത്ര ഓപ്പോസിഷൻ പാർട്ടികൾ? അത് 30-35 എണ്ണോ. അതിൽ 20 എണ്ണം ഒന്നിച്ചുകൂടെ ചേർന്നുകൊണ്ട് എങ്ങനെയും മോഡി തോപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യ അലയൻസും കൂടെ ഉണ്ടാക്കി. എന്നിട്ടും ജയിച്ചു വരിക പറഞ്ഞു കഴിഞ്ഞാല് അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആ നിൽക്കുന്നതല്ലേ എല്ലാം ജസ്റ്റേഴ്സ് ആണ്. ആ ഓഡിയൻസിനെ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഇരിക്കുക, ആ സപ്പോർട്ട് എനർജൈസ് ചെയ്യുക. ദാറ്റ് ഈസ് ദി സീക്രട്ട് ബിഹൈൻഡ് മോഡിസ് ബോഡി ലാംഗ്വേജ്. മമതാ ബാനർജി ഫസ്റ്റ് ജനറേഷൻ, സിംഗിൾ, അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങൾ ആരും തന്നെ ഇല്ല രാഷ്ട്രീയത്തിൽ നിന്നിട്ടൊക്കെ. 3ാമത്തെ തവണയാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിനെ അടക്കി 30 കൊല്ലം ഭരിച്ചിരുന്ന CPM-നെ ഓടിച്ചു. 0 വോട്ടാണ് കഴിഞ്ഞ തവണ. 0 അസംബ്ലി സീറ്റാണ്. അതിനു മുമ്പും അസംബ്ലി സീറ്റ് 0 ഫോർ CPM. അപ്പൊ അത് കഴിവല്ലേ? അല്ലേ? ഒന്ന് കഴിവാണെങ്കിൽ ഒന്ന് യെസ് എന്ന് ഇട്ടേ. ഞാനിവിടെ ഒരു പാർട്ടിയുടെയും വക്താവല്ല. ഞാനൊരു ഇൻഡിവിജ്വലിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ദി ടോക്ക് ഈസ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അവരുടെ സീക്രട്ട്. അതിൽ ആ ജസ്റ്റർ കണ്ടില്ലേ, ഇങ്ങനെ കൈ കാണിക്കാണ്. അവർ ഒരുപാട് ജസ്റ്റേഴ്സ് ഉണ്ട്. എനിക്ക് അവരുടെ തന്നെ സ്ലൈഡ്സ് ഒരു 40-50 സ്ലൈഡ് ഉണ്ട്. എല്ലാം കാണിക്കാൻ പറ്റത്തില്ല, സമയമില്ല. താങ്ക് യു രാമനായർജി. ജയലളിത അഗൈൻ വെറും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളായിരുന്നു, ഫോർമൽ എഡ്യൂക്കേഷൻ. ഓർഫനാണ്, അനാഥയാണ് അവര്. അവരുടെ അച്ഛൻ ചെറുപ്രായത്തിൽ മരിച്ചു, അമ്മ 25-26 വയസ്സിൽ മരിച്ചു കഴിഞ്ഞു. ഒരു ബ്രദറും 30 വയസ്സിന് മുമ്പ് മരിച്ചു. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് തന്നെ അവര് 37-38 വയസ്സാണ് രാഷ്ട്രീയത്തിൽ കയറുന്നത് തന്നെ. എന്നിട്ട് വന്ന MGR മരിച്ചു. അപ്പുറത്ത് പാർട്ടിക്കകത്തുള്ള എല്ലാവർക്കും ജയലളിത അങ്ങോട്ട് അടുപ്പിക്കത്തില്ല അവര്. എന്നിട്ടോ ഒറ്റയ്ക്ക് നിന്ന്. അപ്പുറത്താണെങ്കിൽ കരുണാനിധിയാണ് ഒപ്പോണന്റ്. സാധാരണ പറയും ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൺ. കരുണാനിധിക്ക് 3 ഭാര്യമാരാണ്. അപ്പൊ 3 പേരുണ്ട്. എന്ത് ചെയ്യും എന്ന് ആലോചിക്കേ. ഇപ്പൊ എത്ര സ്ട്രെങ്ത് ആണെന്ന് ചോദിക്കുള്ളൂ. ഒരു വുമണല്ല 3 എണ്ണം, 300%. എന്നിട്ട് കുറെ പിള്ളേരും ചെറുമക്കളായിട്ട് ഒരു ആർമിയാണ് അവിടെ ഒറ്റയ്ക്ക്.
എത്ര തവണ? 3 or 4 തവണ she became the chief minister. കഴിവ് എവിടെയാണ്? കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എഗ്രീഡ്? ഏട്ടെ, എഗ്രീഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം റിയൽ ലൈഫ് നമ്മുടെ നാട്ടിലെ എക്സാമ്പിൾസ് ആണ്. താങ്ക് യു. അവർ റിസർവേഷൻ കൂടെ ഒന്നുമല്ല, അവര് അയ്യങ്കാർ ഫാമിലിയാണ്, ബ്രാഹ്മിനാണ്, റിസർവേഷനും അല്ല. അപ്പൊ അതെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ബോഡി ലാംഗ്വേജ്. അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ അർത്ഥം ബോഡി ലാംഗ്വേജ് അറിയാം, അഭിനയിക്കാനും അറിയാം. ഷി വാസ് ആൻ ആക്ട്രസ് ഓൾസോ. വോക്കാലിക്സ് രണ്ടാമത്താണ്. കൈനസ്റ്റിക്സ് കുറച്ച് കവർ ചെയ്തു. വോക്കാലിക്സ് നമ്മൾ സംസാരിക്കുന്നതിലെ അതിന്റെ നോൺ വെർബൽ വോളിയം. ഞാനിപ്പം പറയുന്നത് ഇതിന്റെ ഇന്നത്തെ ഈ ടോക്ക് ഉണ്ടല്ലോ, ഈ ടോക്ക് വന്നിട്ട് ഇത് വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ കമ്മ്യൂണിക്കേഷൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. വോളിയം കുറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതാണ് നല്ലൊരു ശതമാനം സ്കൂളിലെ ടീച്ചർമാരെല്ലാം ഫ്രണ്ട് റോയിൽ കഴിഞ്ഞാൽ അപ്പുറത്ത് കേൾക്കത്തില്ല. അത് പെണ്ണുങ്ങളാണ് ഒരുപാട് പേര്. സ്ത്രീകൾ, ഞാൻ പെണ്ണുങ്ങൾക്കെതിരെയല്ല, പക്ഷെ പെണ്ണുങ്ങൾ അതാണ് ഫാക്റ്റാണ്. ഇന്ന് സ്ത്രീകളാണ് ഒരുപാട് പേര് ടീച്ചേഴ്സ് ആയിട്ടുള്ളത്. ഒരു 2 ബെഞ്ചിന് അപ്പുറത്ത് കേൾക്കാനും പറ്റത്തില്ല. കേൾക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ പിള്ളേർക്ക് എങ്ങനെ മനസ്സിലാവും? ബോറടിക്കത്തില്ലേ? അമ്മേ റൈറ്റ് ലതാജി? ശരിയല്ലേ? കൈയൊന്ന് പൊക്കിക്കേ, വെല്ല കാണിച്ചേ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ലൗഡായിട്ട് സംസാരിക്കണം, ചെയ്യുന്നില്ല. വോളിയം കുറവ്. മൈക്ക് വേണം ചിലർക്ക്. എന്ത് പണ്ട് മൈക്ക് ഉണ്ടായിരുന്നോ? മൈക്ക് വന്നിട്ട് എത്ര കൊല്ലായി? ഇല്ല. പക്ഷെ മുദ്രാവാക്യം വിളിക്കാൻ കുറെ പേര് കിട്ടും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. എവിടെ മൈക്രോഫോൺ വല്ലതും ഉണ്ടോ? ആരുടെങ്കിലും കയ്യിൽ ഇതുണ്ടോ? മൈക്കുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുപോലെ ചെയ്യണം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടത്ര ക്വാളിറ്റി സംസാരിക്കുമ്പോൾ യെസ് കേൾക്കും. ടോൺ മിക്കപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കശുവശ വരുന്നതാണ്. പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ എനിക്ക് ആ ടോൺ പിടിക്കില്ല കേട്ടോ. അല്ലേ? നിങ്ങൾ പറഞ്ഞ ആ ടോൺ ഉണ്ടല്ലോ, അത് പിടിക്കില്ല. അപ്പൊ ഈ ടോണാണ് പ്രശ്നക്കാരൻ. സൂക്ഷിക്കണം. ടോൺ, പേസ്, സ്പീഡ്. ഞാൻ തന്നെ ഇതിന് കൈനസ്റ്റിക്സ്, വോക്കാലിക്സ്, ഒബ്ജക്റ്റീവ്സ്, വോക്കലിസ്റ്റിക്സ് അങ്ങനെ ഒരു എക്സ്പ്രസ് സ്പീഡിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിടികിട്ടുമോ? ഇല്ല. അതേതിൻ്റെതായിട്ടൊക്കെ അതേ 6 കമ്പോണന്റ് ഉണ്ട്. കൈനസ്റ്റിക്സ് ഇങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ലതാജി അപ്പോൾ തന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടായിട്ട് വീഴും. ശരിയാണോ? അത് കാരണം സ്പീഡ് ഓൾസോ ഷുഡ്, ഇറ്റ് മാറ്റേഴ്സ്. സ്പീഡ് വേരിയേഷൻ വേണം. ഒരേ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മോണോട്ടണസ് ആവും. ഫ്ലക്ച്വേഷൻ വേണം, കൂട്ടിയും കുറച്ചും. ഓക്കെ, താങ്ക് യു നിതാജി. ഇതെല്ലാം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഫില്ലേഴ്സ്. എന്താണ് ഫില്ലേഴ്സ്? ഇതാണ് നല്ലൊരു ശതമാനം സ്പീക്കേഴ്സിനുള്ളത്. എക്സെപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മോഡി ഫില്ലർ ഉപയോഗിക്കത്തില്ല, ശശി തരൂർ ഫില്ലർ ഉപയോഗിക്കത്തില്ല. എന്താണ് ഫില്ലർ? ഈ ബോഡി ലാംഗ്വേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ പിന്നെ യുനോ യു സി ഐ മീൻ. എന്തോന്ന് മീന്? ചാളയാ, മത്തിയാ? ഐ മീൻ ഇങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ തവണയും ഐ മീനിൽ തുടങ്ങും കേട്ടോ. നമുക്ക് ഐഫോൺ അറിയാം, അവർക്കാണെങ്കിൽ ഐ മീൻ ആണ് എല്ലാം. കണ്ട ശൈല ചിരിക്കുന്നുണ്ട്. ശൈലയ്ക്ക് ഇന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ. ഇന്ന് ഉറങ്ങും നന്നായിട്ട്. ഡോപ്പമീൻ അങ്ങ് കൂടി റിലാക്സ്ഡ് ആയി. അതാണ് ഫില്ലേഴ്സ്. എനിക്കും ഈ ഫില്ലേഴ്സ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. എപ്പോഴാണോ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പഠിച്ചത് അപ്പോഴും മനസ്സിലാക്കി ഫില്ലേഴ്സ്. പിന്നെ വളരെ ബോധപൂർവമാണ് ഫില്ലേഴ്സിനെ നിർത്തുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിരുന്നു, ടീച്ചറായിരുന്നു കുറെ നാൾ, ട്യൂട്ടറായിട്ടൊക്കെ. അപ്പോൾ ഇതേപോലെ ഫില്ലർ ഉണ്ടായിരുന്നു. ഐ തിങ്ക് അയ്യോ. പിന്നെ ഇത് പഠിച്ചതിന് ശേഷം പിന്നെ ഇല്ല. ഇറ്റ് ടുക്ക് ഒരു 3 to 4 weeks to stop using fillers. ഫില്ലേഴ്സ് ഇല്ലാതെ പറയുമ്പോൾ
വിശ്വാസ്യത കൂടുന്നത്. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇതിനെങ്ങനെ അത് പോയില്ലേ, നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി പോയില്ലേ? അങ്ങനെ വെച്ചാൽ എന്താണത്? അത് 40%. അത് 40%. 40%. ഒന്നുമില്ലാതെ 40%. Got it? That is what the fillers. ശശി തരൂരൊക്കെ വെൽ ട്രെയിൻഡ് സ്പീക്കറാണ്, ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ എക്സ്റ്റേണൽ ഓഫീസ് മിനിസ്റ്റർ ജയശങ്കറിനും ഫില്ലർ ഉണ്ട്. ഇടയ്ക്ക് പറയും പുള്ളി പുള്ളിക്ക് ചെറിയ ഫില്ലേഴ്സ് ഉണ്ട്. കണ്ടന്റ് കൊള്ളാം, ഇവിടെ ഫില്ലേഴ്സ് ഉണ്ട്. രാഹുൽ ഗാന്ധി റൈറ്റ് അതാണ് രാഹുൽ ഗാന്ധിയുടെ ഫില്ലേഴ്സ് കേട്ടോ, റൈറ്റ്. പിന്നെ പാസ്, നിർത്തേണ്ട സമയത്ത് നിർത്തുക. മൂന്നാമത്താണ് ഓക്കുലിസിക്സ്, ഐ ബിഹേവിയർ, കണ്ണ്. കഥകളി എന്തോന്നാണ്? കംപ്ലീറ്റ് ബോഡി ലാംഗ്വേജ് അല്ലേ? കഥകളി നടന്മാര് അവരെല്ലാം കണ്ണൊക്കെ പുരിയൊക്കെ എങ്ങനെ എത്ര എന്നറിയാം, എത്ര നാൾ ട്രെയിനിങ് എന്നറിയാമോ? പുരിയും പൊക്കയും താത്തയും വളക്കുകയും കണ്ണൊക്കെ മൂവ് ചെയ്യുന്നതെല്ലാം. ഭരതനാട്യം എന്താണ്? ബോഡി ലാംഗ്വേജ്. എത്ര ജസ്റ്റേഴ്സ് വരുന്നുണ്ട്, എത്ര മുദ്രകൾ കാണിക്കുന്നുണ്ട്. സോ ഐ ബിഹേവിയർ അതാണ് ഓക്കുലിസിക്സ്. ഐ കോണ്ടാക്ട്, ഐ മൂവ്മെന്റ്സ്. Direct eye contact is essential for making a social, professional or romantic connection. Romantic connection കേട്ടോ. ഇവിടെ ആരെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിച്ചവരാരും എത്ര പേരുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് എന്നിട്ട് ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ചത് ഒരു എസ് കേൾക്കട്ടെ. ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അതെല്ലാം വീട്ടിൽ അറേഞ്ച് ചെയ്തതാണ്. കെട്ടടി, ആ ചെറുക്കനെ തന്നെ കെട്ടടി എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് കെട്ടിയത്, അത് പ്രേമിച്ച് വല്ലതും കല്യാണം കഴിച്ചിട്ടുണ്ട്? നോക്കട്ടെ, ഇതിൽ പ്രേമിച്ച് ആരും ഇല്ലേ? ശിവമാനൻ നായർ ഓക്കെ പ്രേമിച്ചാണ്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ചേടാ, ഇത് എന്തൊരു കഷ്ടമാണ്. കേരളത്തില് ഇത്രയും പേരുണ്ടായിട്ട് ഇവരാരും തന്നെ പ്രേമിക്കാൻ പോലും ഇതായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നിങ്ങൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്റെ അടുത്തൊന്ന് ക്ലാസ് എടുക്കണമായിരുന്നു, ഞാൻ പഠിപ്പിച്ചു തന്നെ. ഇങ്ങനെയാണൊക്കെ ആദ്യം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ, അങ്ങനെയല്ലേ പാട്ട്. ഹിന്ദിയിലാണെങ്കിൽ ആങ്കോ സേ ഇഷാര ഹോ ഗയാ, എല്ലാം കണ്ണുകൊണ്ടാണ്. അങ്ങോട്ട് നോക്കുക, പെണ്ണിങ്ങനെ നോക്കും, പെണ്ണിങ്ങനെ മാറ്റും, പെണ്ണിങ്ങനെ നോക്കും, ഇയാൾ അങ്ങോട്ട് നോക്കും, അതൊക്കെ ചെയ്യും. അങ്ങനെയാണ് പ്രേമം തുടങ്ങുന്നത് കേട്ടോ. നോക്കണം. ദാറ്റ് ഇസ് വാട്ട്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇതെല്ലാം അറിയാം, പറഞ്ഞുകൂടാത്ത എല്ലാം പഴയ തലമുറയ്ക്കാണ്. പ്രൊഫഷണൽ ഓക്കെ, ആ ഡോക്ടർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഒരു പാഡും വെച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു, അവരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഇതാണ് കുറെ ഡോക്ടർമാര് കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കും. പേഷ്യന്റ് നോക്കത്തില്ല, ബോഡി ലാംഗ്വേജ് മിസ് ചെയ്യും. ആ പേഷ്യന്റ് എവിടെയാണ് തലവേദന എന്നുള്ളത് തൊട്ട് കാണിക്കുകയാണ്. അത് ഇവിടെ വെച്ചാൽ ഹെഡ് ഏക്ക് എത്രയായി കേട്ടോണ്ടിരിക്കും. ദേ മിസ് ദി ഹോൾ ഡയഗ്നോസ്. റൈറ്റ് ആണ് ചാർന്നിട്ട്. ഇന്ന് അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സംഭവിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറും കൂടെ വന്ന പോക്കാണ്. ആ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കും. താങ്ക് യു ശ്രീമാൻ നായജി. പേഷ്യന്റ് നോക്കുന്നില്ല. നേരെ വെച്ച് അടുത്തത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത്? ശൈലാജി എന്താണ് ചെയ്യേണ്ടത്? ഇതാ കണ്ടില്ലേ, ആ കേൾക്കുന്നത് ഡോക്ടർ എങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സമയമില്ല. നമ്മൾ ഉള്ള സമയത്ത് നോക്കിയാൽ മതി. അത്രയും കുറച്ച് സമയമുണ്ടല്ലോ, ആദ്യം അവർ പറയുമല്ലോ കുറച്ചു നേരം, അപ്പോഴും നോക്കിയാൽ മതി. അത് മിസ് ചെയ്തോ പോയി. നെഞ്ചുവേദന എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നെഞ്ചുവേദന എഴുതിക്കൊണ്ടിരിക്കും. അയാൾ നെഞ്ചുവേദന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും നെഞ്ചുവേദന. അപ്പോൾ മനസ്സിലാക്കുന്നത് ആസിഡ് റിഫ്ലക്സ് ആണെന്നുള്ളത്. ഇത് നെഞ്ചാണ്, നീറ്റൽ വേദനയാണ്. മിസ് ചെയ്തു. ക്ലിയർ? എന്നിട്ടുള്ള ECG ഓർഡർ ചെയ്യും. ECGയിൽ എവിടെങ്കിലും ചെറിയൊരു വേവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുനിഞ്ഞ് നടക്കും. പിന്നെ അടുത്തത് നേരെ സ്ട്രെസ് ടെസ്റ്റ് ആയി, പിന്നെ ആൻജിയോഗ്രാം ആയി, പിന്നെ ആൻജിയോപ്ലാസ്റ്റ് ആയി, പിന്നെ സ്റ്റെന്റ് ആയി, കിന്തായി, കുന്തായി, എല്ലാം കൂടെ ഇട്ട് ഒരു പപ്പടാക്കി തരും. മിസ് ഡോണ്ട് ഗിവ് ദി ഐ കോണ്ടാക്ട്. When the tongue lies, the eyes tell the truth. ഇവിടെയാണ് കള്ളം പറയുമ്പോഴെന്ന് അറിയാം, എല്ലാവർക്കും പ്രയാസമാണ് കള്ളം പറയാൻ. അതുകൊണ്ട് നീ എന്റെ മുഖത്ത് നോക്കി പറയടാ, നീ മുഖത്ത് നോക്ക്. പിള്ളേർ കള്ളം പറയുമ്പോൾ അവർ ഐ കോണ്ടാക്ട് കൊടുക്കത്തില്ല. കള്ളം പറയുമ്പോൾ അവർക്ക് പേടിയാണ്. കണ്ണി കണ്ടു കഴിഞ്ഞാൽ കള്ളം പറയുന്ന അറിയും. നല്ല പഠിച്ച കള്ളം പറയാണ്, മുഖത്ത് നോക്കി കള്ളം പറയാൻ പഠിക്കാത്ത ആളാണ്. നമ്മൾ പറയത്തില്ല ചിലത്, മുഖത്ത് നോക്കി കള്ളം പറയാൻ പഠിക്കാൻ നോ ട്രെയിൻഡ് ഇതാണ്. രാഷ്ട്രീയക്കാർക്ക് നല്ല അറിയാം, നന്നായിട്ട് അറിയാം ഇങ്ങനെ കള്ളം പറയണം എന്നുള്ളതൊക്കെ. ജനത്തിനെ വിശ്വസിപ്പിക്കുന്നത് കള്ളം പറഞ്ഞിട്ടല്ലേ. നല്ലൊരു ശതമാനം രാഷ്ട്രീയക്കാരും
ഉള്ള വാഗ്ദാനങ്ങൾക്ക് അവർക്കറിയാം ആ വാഗ്ദാനം ഒരിക്കലും പാലിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പാലിക്കാനും പോകുന്നുമില്ല. പക്ഷെ വാരിക്കോരി പ്രോമിസ് കൊടുക്കും, ജനത്തെ വിശ്വസിപ്പിക്കും. അവരുടെ ഐ കോണ്ടാക്ട്. പ്രോക്സിമിക് സ്പേസ് ഡിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റിമേറ്റ്, പേഴ്സണൽ, സോഷ്യൽ, പബ്ലിക്. ഇന്റിമേറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അടുത്തിരിക്കാനായിട്ട് തൊട്ട് ഒരുമിരിക്കാനും ഒരു പ്രയാസവും ഇല്ല. പിള്ളേരും നമ്മുടെ മടിയിരിക്കാനോ നമ്മുടെ അടുത്ത് വരാനോ ഒരു ഇതുമില്ല. അതാണ് ഇന്റിമേറ്റ് സ്പേസ്. 0 to 18 inches. പേഴ്സണൽ 18 inches to 4 feet. അതാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കോവർക്കറായിട്ടൊക്കെ ഓഫീസിലാണെച്ചാൽ ഒരു 2 അടി 3 അടി ഡിസ്റ്റൻസിൽ. ദാറ്റ് ഈസ് വാട്ട് ദി പേഴ്സണൽ സ്പേസ്. സോഷ്യൽ സ്പേസ് 4 മുതൽ 7 അടി. സോഷ്യൽ സ്പേസ്. ഒരാൾ വഴി ചോദിക്കാൻ വരുന്നു, വന്നിട്ട് നേരെ ഒരു ലതാജി അവിടെ ഇരിക്കുകയാണ്, ഒരു 5 അടി എക്സ്ക്യൂസ് മീ, മറ്റേ പാങ്ങോട് പോകാനായിട്ടുള്ള അത് ഏത് റോഡിൽ കൂടെ പോകണം ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. അതല്ലാതെ അടുത്ത് വന്നിട്ട് പാങ്ങോട് പോകാനായിട്ടുള്ള ദൂരം എങ്ങനെയാണ് പോകുന്നത് അടുത്ത് വന്ന് ചോദിക്കൂ? ഇല്ല. ആ ഒരു പേഴ്സണൽ സ്പേസിലും ഇന്റിമേറ്റ് സ്പേസ് ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ മാറിപ്പോകും. ധാരപ്പ ഒരു സ്ട്രേഞ്ചർ വന്നിട്ട് നമ്മൾ അടുത്ത് കയറി വരുന്നു, ഇത്രയും അടുത്ത് വരുന്നു. So that is social space. Public space, meeting, public speaker, classroom, teachers, that is public space. അതാണ് പ്രോക്സിമിക്സിന്റെ. ഹാപ്റ്റിക് ടച്ച്, സെൽഫ് ടച്ച്, നോൺ സെൽഫ് ടച്ച്. എന്താണ് സെൽഫ് ടച്ച്? നെർവസ് ആകുമ്പോൾ എന്ത് ചെയ്യും? കയ്യിലെ വാച്ചിനെ പിടിക്കും, എന്ത് ചെയ്യും? മാലയെ പിടിക്കും, സാരിയുടെ തുമ്പിനിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. സെൽഫ് ടച്ച്. അല്ലെങ്കിൽ മോത്ത് ഇങ്ങനെ ടച്ച് ചെയ്യും, അല്ലാത്തതൊക്കെ. ദാറ്റ് ഈസ് സെൽഫ് ടച്ച്. നോൺ സെൽഫ് ടച്ച് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു, ഒരാൾ തട്ടുന്നു. നോൺ സെൽഫ് ടച്ച്. നമ്മളൊരു കുട്ടി, അതായത് ഒരു സ്റ്റുഡന്റ് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഐ എം പ്രൗഡ് ഓഫ് യു, യു ഹവ് ഡൺ എൻ എക്സലന്റ് ജോബ് ഇങ്ങനെ പറയുന്നതാണ്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ് തോളത്ത് തട്ടുന്നതാണോ? ഏതാണ് ബെറ്റർ? സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ 2 ഇട്ടെ. ആദ്യത്തത് വെറും വാചകത്തിലാണ്. ഐ എം വെരി പ്രൗഡ് ദാറ്റ് യു ഹാവ് ഡൺ എൻ എക്സലന്റ് ജോബ്. നമ്പർ 2 ടച്ച്. ടച്ച് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അത് നോക്കിയാൽ മതി. മോഡി ചില സ്പോർട്സ്മാൻ വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത് നോക്കണം. അത് ദാറ്റ് ഈസ് വൈ പീപ്പിൾ ദേ കണക്ട് വിത്ത് എ ലീഡർ. ഉമ്മൻചാണ്ടി ഹൈ ടച്ചറാണ്, അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ പോപ്പുലാരിറ്റി. പിണറായി വിജയൻ ആരെങ്കിലും തട്ടിക്കൊടുക്കുന്നോ വേറെ വല്ല കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. നിങ്ങൾ ആരെ അടുപ്പിക്കത്തോലും ഇല്ല. ദാറ്റ് ഈസ് നേച്ചർ. പക്ഷേ ഇതാണ് കുറെ കൂടെ കൂടുതൽ ഇതായിട്ട് വരുന്നത് ലോങ് ടൈമില്. പിണറായി വിജയൻ ഇസ് ഓൾസോ സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആ പോപ്പുലാരിറ്റി, അതുകൊണ്ട് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം അത് എത്ര പേരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ആ പുതുപ്പള്ളിയിലെല്ലാം പോയിട്ട് എന്തൊക്കെയാണ് കണ്ടത്? എത്ര നാളെ അതിന്റെ പുറകെയുള്ളത്? എങ്ങനെയാണ് അയച്ചത്? ടച്ച്, ഹൈ ടച്ചർ. Touch is far more essential than our other senses. It is 10 times stronger than words or emotions. The self-touch. നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? നിങ്ങൾ ആ ഇരിക്കുന്നതിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നു ഒന്ന് പറഞ്ഞു ഒന്ന് കേൾക്കട്ടെ. വാട്ട് ഡു യു തിങ്ക്? വാട്ട് കൈൻഡ് ഓഫ് എ തോട്ട്സ്? ഇപ്പോഴ് ആ നേതാവിന്റെ ഉള്ളിലെ തോട്ട്സ് എന്താണെന്ന് നിങ്ങൾ എന്താണ് ഗസ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി. നെട്ടെ, യു മേ ബി റൈറ്റ്, യു മേ ബി റോങ്, ബട്ട് പിക്ചർ കണ്ടപ്പോ ഒരു ഇത് തോന്നിയില്ലേ? പിക്ചർ കണ്ടപ്പോ തോന്നിയില്ലേ? കൺഫ്യൂഷൻ. ഒരാൾ പറയുന്നത് കൺഫ്യൂഷൻ. ഓക്കെ, ഇനി വരട്ടെ. എന്തിനാണ് ഈ പേടി? ഈ പേടി ആദ്യം മാറണം. ഒരു അഭിപ്രായം പറയാനായിട്ട് എന്തിനാണ് പേടിക്കുന്നത്? കൺഫ്യൂഷൻ. എന്തിന് കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ലേ? അങ്ങനെ ഹാപ്പിയാണോ? ആ ഇരിക്കുന്നതിൽ നിങ്ങൾ ഹാപ്പി എന്ന് പറയോ? അങ്ങനെ ഖുഷിയാണെന്ന് പറയോ? ഇല്ലല്ലോ. എന്താണ്? നിരാശ. ഓക്കെ,
ആ മടുത്തു. ഏതാ മടുത്തു. ഓക്കെ, വെരി ഗുഡ്. മടുത്തു. ഇനി വേറെ വല്ലതും വരട്ടെ, ഒരു 3-4 അഭിപ്രായങ്ങൾ വരട്ടെ. ഒരാൾ പറഞ്ഞു കൺഫ്യൂസ്ഡ് ആണ്, ഒരാൾ പറഞ്ഞു മടുത്തു, വേറൊരാള് ബാഡ് ഡീപ് തോട്ട്സ്. ഇൻ എനി കേസ് ടെൽ മീ, ഈസ് ഇറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? പുള്ളിയുടെ ആ ജസ്റ്റർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണെച്ചാൽ പി ഇടുക, നെഗറ്റീവ് ആണെച്ചാൽ എൻ ഇടുക. നെഗറ്റീവ്. ഓക്കെ, താങ്ക് യു രാജി. ദി ഹോൾ പോയിന്റ് ഇസ്, unfortunately, he is not realizing his knowledge about body language is very, very poor. You are in the public, in the domain. People are watching you. Whatever you do, your gestures, they can create a positive impression or a negative impression. Clear ആയോ? ഒരു സിനിമ നടനാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ അഭിനയിക്കുന്നില്ല. ക്യാമറ ഉണ്ട്, ഷൂട്ട് ഓൺ, അപ്പോഴും അഭിനയിക്കുന്ന തീർന്നു. ഇന്നത്തെ കാലത്ത് ഒരു 40 കൊല്ലമായിട്ട് പൊളിറ്റീഷ്യൻസ് 24 എപ്പോഴും നടക്കുകയാണെങ്കിലും, മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാണെങ്കിലും, പാർലമെന്റിലാണെങ്കിലും, അസംബ്ലിയിലായാലും ശരി, മറ്റേ പ്രസംഗിക്കാൻ പോയാലും ശരി, എല്ലാം ക്യാമറ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാണ്. വീഡിയോ എല്ലാം പല ചാനലിലും നിരന്തരം അഭിനയിക്കേണ്ടത് വരികയാണ് അവർക്ക്, നിരന്തരം. അവിടെയാണ് ഈ മോഡിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിജയിക്കുന്നത്. അവിടെയാണ് ശശി തരൂരിന്റെ വിജയം. ഓ, ബോഡി ലാംഗ്വേജ്. ഇനി അടുത്തത് കെ എം മാണി. ആ ഇതും ഇരിക്കുന്നു. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്, യെസ്. സോ ദാറ്റ് ഇസ് എ പോയിന്റ്. ആനിമൽസ് പോലും നോക്കിയേ, ദേ ലവ് ടച്ച്. ആ ഒരു താറാവോ അല്ലെങ്കിൽ സ്വാനോ, അതും ഒരു കാഫും എങ്ങനെയാണ് ദേ ടച്ച് ചെയ്യാണ്. ടച്ച്. അമൃതാനന്ദമായി വേറെ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് ചെയ്തത്. ഹഗ്ഗിങ്, അതുകൊണ്ടാണ് അവര് ദി ഹഗ്ഗിങ് സെയിന്റ് എന്നായി. അതിന് മറ്റേ ബാക്കിയുള്ള പോലും രമണ മഹർഷിയോ വേറെ ആരും തന്നെ ആരെയും ഹഗ് ചെയ്യുന്നില്ല. ഇവര് സ്ത്രീയുമാണ്. ഇവരിന്നാ വരുന്നവർ പിടിച്ച് ഹഗ് ചെയ്യുന്നു. എന്നാ പിടിച്ചോ, നമ്മുടെ അവിടെ ഉള്ള ഒരുപാട് പേര് ഉടനെ ഹഗ്ഗിങ്ങിന് വേണ്ടി അങ്ങോട്ട് പോവാണ്. ഹഗ്ഗിങ് സെയിന്റ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ, മക്കളെ എന്ന് വിളിക്കുക, ഹഗ് ചെയ്യുക. എ കെ ആന്റണിയും പോയി ഹഗ്ഗിങ് കിട്ടി, പോരെ? എ കെ ആന്റണിയെ ഹഗ് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. എന്നിട്ട് നമ്മുടെ മലയാളമാണ്, മലയാളിക്ക് വന്നിട്ട് എല്ലാത്തിനെയും ഒന്ന് ഇത് ചെയ്യാനായിട്ട് വലിയ മിടുക്കാണ്. ആ അവിടെ ഒരു ഹഗ്ഗിങ്, ഒരു സിൽക്ക് സ്മിതയെ ഹഗ് ചെയ്തതിന്റെ ആ സുഖം അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് കെ കെ ആന്റണിക്ക് അപ്പോസിഷൻ പറഞ്ഞത്. സിൽക്ക് സ്മിതയെ ഇങ്ങനെയാണ് അവര് അന്ന് പറഞ്ഞത്. ഇതെല്ലാം ഞാൻ ഈ പത്രം എല്ലാം വായിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു ദിവസം കുറഞ്ഞത് ഒരു 10 പത്രം വായിക്കും, ഓൺലൈൻ ന്യൂസ് പേപ്പർ. അതുകൊണ്ടാണ് എനിക്ക് അവിടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടികളും നന്നായിട്ട് എനിക്കറിയാം. ഈ ഇരിക്കുന്ന നിങ്ങളെക്കാളും ഏറെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അമേരിക്കയിലാണെങ്കിലും. ഒബ്ജക്റ്റ് ഈസ് ലാസ്റ്റ് വൺ. ആക്സസറി, നമ്മുടെ വേഷവിധാനം, ജുവലറി. ഫോൺ ഏതാണ്? ഐഫോൺ ആണോ, സാംസങ് ആണോ? ഇതെല്ലാം തന്നെ ദേ കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് യുവർ സ്റ്റാറ്റസ്. ഐഫോൺ, അപ്പൊ നല്ല പൈസ ഉള്ള ആളാണ്, റിച്ചതാണ്. ആ ക്ലോസ് ഇട്ടിരിക്കുന്നത് നല്ല ആഴിപൊളി മറ്റേ ആർമാനി സൂട്ടാണ്. ഏതാണ്? കാഞ്ചീപുരം സാരിയാണ്, ബനാറസ് ഇതാണ്. അതാണ് പെണ്ണുങ്ങളെല്ലാം കല്യാണത്തിന് പോകുമ്പോൾ എന്തൊരു വേഷവിധാനം, എത്രയാണ്. എന്നിട്ട് പിന്നെ തീർന്നുണ്ട്. ബ്യൂട്ടി പാർലർക്ക് കൊയ്ത്താണ്. ചെന്നേച്ച് മറ്റേ സിൽവർ ഫേഷ്യൽ വേണം, ഗോൾഡ് ഫേഷ്യൽ വേണം, പ്ലാറ്റിനം ഫേഷ്യൽ വേണം. ഇപ്പൊ ആണുങ്ങൾ അതുപോലെ ആയി കഴിഞ്ഞു. ആണുങ്ങളും ചെന്ന് ഫേഷ്യലിൽ പോകാൻ തുടങ്ങി. എല്ലാവരും ഫേഷ്യൽ. എന്താണ് ഒബ്ജക്റ്റീവ്സ്? എന്നെ കണ്ടാൽ വേണം. ഞാൻ പറയുന്നത് ശരിയല്ലേ? ശരിയാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞേ. ഞാൻ ഈ പറയുന്നത് എത്ര രൂപയും സമയമാണ് കളയുന്നറിയാം പെണ്ണുങ്ങളും ഈ പുരുഷന്മാരും എല്ലാം ഈ ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങി. ഒരാവശ്യമില്ല. എന്തേ ഇതാ. ഓക്കെ, താങ്ക് യു. ആർട്ടിഫാക്ട്സ്, നമ്മുടെ കാറ്, വീട്, ഫർണിച്ചർ, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അബൌട്ട് അവർ പലതിനെയും. ഇതാരാണ്? ഒന്ന് ചാറ്റ് ബോക്സിലിട്ട് ആരാണ് ആ കക്ഷി?
ഒന്ന് ചാറ്റ് ബോക്സിൽ നോക്കട്ടെ എത്ര പേർക്ക് ആ കക്ഷിയെ തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗതുകമാണ്. എത്ര പേര്? ആരാണപ്പാ ആ കക്ഷി? ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാ കാണിച്ചു തരുന്നു ആ കക്ഷി. ഡിഡിൻ ഇതാണ്, അതാണ് മോഹൻദാസ്. Yes, somebody said that. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. Yes, കണ്ടോ? ഷർട്ടും ടൈയും എല്ലാം മാറ്റിയിട്ട് കംപ്ലീറ്റ് ടോപ്ലെസ്സും 6 പാക്കുമായിട്ട് ഇരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? മനസ്സിലാക്കി. പുള്ളിയെ പോലെ ഇത്രയും വലിയൊരു സൈക്കോളജിസ്റ്റ് ഇനി കാണാനില്ല ഇന്ത്യയിൽ. ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. പുള്ളി സൗത്ത് ആഫ്രിക്കയിൽ ഇതെല്ലാം ഇട്ടിട്ട് ഇറങ്ങത്തുള്ളൂ. ഇവിടെ വന്നപ്പോ നോക്കുന്ന എല്ലാം വില്ലേജേഴ്സ് ആണ്. മിക്കവാറും വിദ്യാഭ്യാസമൊന്നും ഇല്ല. ഈ ടൈം എന്തിനാ അവർ അടുത്ത് പോലും വരത്തില്ല. അന്ന് നമുക്ക് അവിടെ കംപ്ലീറ്റ് കാസ്റ്റ് സിസ്റ്റം അൺടച്ചബിൾ എല്ലാം ഉണ്ട്. ആരും അടുത്ത് പോലും വരത്തില്ല, ദൂരെ നിൽക്കും. പ്രോക്സിമിക്സ് മാറിക്കഴിഞ്ഞു. അപ്പോഴും എല്ലായിടത്തും കളഞ്ഞു. ഷർട്ടൊന്നും ഇല്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലായർ ആണെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇങ്ങനെ ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചെന്ന് പോലും ആരും അറിയത്തില്ല. അപ്പൊ എല്ലാവരും അടുത്ത് വരാൻ തുടങ്ങി. അങ്ങനെയാണ് പുള്ളി വളരെ പോപ്പുലർ ആവുന്നത്. ബാക്കി നെഹ്റു ഹിഗ്രു ഒന്നും ഇത്രയും പോപ്പുലർ ആയില്ല. ബാക്കി എല്ലാവരും അവരെല്ലാം കുർത്ത മറ്റെല്ലാം ഇട്ടുകൊണ്ട് നടക്കുകയാണ്. പുള്ളി ഉഗ്രനാള്. അപ്പിയറൻസ് മാറ്റി അവസാനം രാഷ്ട്രപിതാവായി. ദിവസവും നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ആ ഗാന്ധിയുടെ മുഖം കാണാതെ പറ്റത്തില്ല. ഒരു 10 രൂപ നോട്ടെടുത്താലും 100 രൂപ നോട്ടെടുത്താലും ഗാന്ധി വന്നിരിക്കും. ശരിയല്ലേ? ഗാന്ധിയെ നിങ്ങൾക്ക് കാണാതെ ഉറങ്ങാൻ പറ്റത്തില്ല. നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ പോലും നിങ്ങൾ കാണത്തില്ല ദിവസവും. നിങ്ങളുടെ പിള്ളേരുടെ ഫോട്ടോയും കാണത്തില്ല. പക്ഷെ ഗാന്ധിയുടെ ഫോട്ടോ കാണാതെ, മുഖം കാണാതെ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. ശരിയാണോ? ശരിയാണെങ്കിൽ ശരി എന്നിട്ട് എസ് എന്ന് പറഞ്ഞേ. ഞാൻ പറയുന്നത് ശരിയല്ലേ? അപ്പൊ അതെങ്ങനെ സഹായിച്ചെടുത്തു? വേറെ എത്രയോ നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, എത്ര പേരുണ്ടായിരുന്നു. എങ്ങനെ? സ്മാർട്ട്. മനസ്സിലാക്കി. ഇതാണ് കേട്ടാ നമ്മുടെ ഈ വേഷം ഒന്ന് മാറ്റിക്കളയാം. ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് ഈസ് ദ സീക്രട്ട്. ഇപ്പൊ സോഫാർ ആർ യു കൺവിൻസ്? ഞാൻ ഈ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും പവർഫുൾ. അതാണ് നമ്മുടെ വിജയത്തിന് തീരുമാനിക്കുന്നത്. താങ്ക് യു നിത ഷാരംഗൻ. അതാണ്. ഇത് എവിടെങ്കിലും പഠിപ്പിച്ചിരുന്നുണ്ടോ? സ്കൂളിലോ കോളേജിലോ എവിടെങ്കിലും പഠിപ്പിച്ചിരുന്നുണ്ടോ? ഇല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഓവർഹാൾ ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചെറുപ്രായം മുതൽ തന്നെ പഠിപ്പിച്ചു തുടങ്ങണം. അതിന്റെ ബോഡി ലാംഗ്വേജ് പ്രൈമറി സ്കൂളിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു തുടങ്ങണം. അവസാനം കഥയിൽ കൊണ്ടൊക്കെ വളമിക്കരുത്. അപ്പോഴത്തേക്കും ലേറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ നടക്കുന്നതെല്ലാം കതിരിലും വളമിക്കുന്നില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ മിക്കവരും എന്താണ് കോളേജിൽ പോകുന്നില്ല. അവനെന്ന് 8ാം ക്ലാസ്സും ഗുസ്തി, അത് മതി. അവർക്കറിയാം ജീവിക്കാൻ എന്താണെന്ന് അറിയാം. 8ാം ക്ലാസ്സും ഗുസ്തിയുള്ളതുണ്ട്. ഇവിടെ PhD ഉണ്ട്. PhD ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ്. അമേരിക്കയിൽ പറയുന്നത് PhD എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഹെഡ് ഡാമേജ് എന്നാണ് കേട്ടോ. PhD അവരുടെ ഒരു ടോക്ക് കഴിഞ്ഞാൽ പരമ ബോറാണ് PhD. ഞാൻ നാട്ടിൽ PhD-കാരെ കേട്ടിട്ടുണ്ട്, അമേരിക്കയിലും കേട്ടിട്ടുണ്ട്. PhD ഉണ്ടായിട്ട് ഒരാളെ ഉള്ളൂ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ലാത്തത് ശശി തരൂർ. മാത്രമേ ഉള്ളൂ, ഡോക്ടർ ശശി തരൂർ. ബട്ട് ഹി നോസ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. ബാക്കി മിക്കവരും ഒരു രക്ഷയില്ല. ഓക്കെ, താങ്ക് യു ചന്ദ്രമോഹൻ ജി. ഇതാരാണെന്ന് അറിയാമോ? അറിഞ്ഞൂടാ. എന്തായാലും ആ അപ്പിയറൻസ് എനിക്ക് അറിഞ്ഞൂടാ. അതേ പുള്ളി തന്നെ ഇന്നാ പിടിച്ചോ. ആ വേഷവിധാനം എല്ലാം മാറ്റിയപ്പോൾ എല്ലാവർക്കും അറിയാം. ശരിയാണോ? അപ്പിയറൻസ് മാറ്റി, തൊപ്പിയും വെച്ചു, ഇതെല്ലാം വെച്ചു. ഇപ്പൊ എല്ലാ കോളേജുകളിലും SFI-കാരുടെ നേതാവാണ്. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിൽ പോകുമ്പോൾ ആ ട്രെയിനിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, പാരന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുകയാണ്, 2nd ഇയർ BSc. ഞാൻ ചോദിച്ചു SFI ആണോ KSU ആണോ? SFI ആണ്.
അതെങ്ങനെ? അല്ല, അത് അവിടെ എല്ലാവരും നിർബന്ധിച്ച് നമ്മളെ SFIയിലോട്ട് കയറ്റുകയാണ്. ആ ശരി. മറ്റേ ഈ ചെഗ്വാര ആരാണെന്ന് അറിയാമോ? ആരാണ്? അത് SFIയുടെ പ്രസിഡന്റ് ആണെന്ന്. എങ്ങനെയുണ്ട്? SFIയുടെ പ്രസിഡന്റ് ആണ് ചെഗ്വാര. ഇതാണ് നമ്മുടെ ജനത്തിന്റെ ഒന്നാമത്തെ കാര്യം. അങ്ങേര് ഇന്ത്യനെ അല്ല, അങ്ങേര് ഒരു ലാറ്റിൻ അമേരിക്കൻ. ഞാൻ ചോദിക്കാനുള്ള കാരണം അങ്ങേര് ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. അത് അറിയാമോ എന്നുള്ള ക്യൂരിയോസിറ്റി ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഞാൻ തന്നെ ഐ വാസ് സർപ്രൈസ്. ചേഗ്വാര ഇന്ത്യൻ അല്ലെന്ന് പോലും അറിഞ്ഞൂടാ. അവരാണ് നമ്മുടെ ജനമല്ല കേട്ടോ. കാൾ മാർക്സ് എന്ന് ചോദിച്ചാൽ മിക്കവാറും അങ്ങേര് മറ്റേ മറ്റേ ഇവിടെ ഇവിടെ നമ്മുടെ തകഴിയുടെ വല്ല ബന്ധുവാണെന്നെല്ലാം പറയുവാണെച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ തകഴി ശിവശങ്കറുള്ള ബന്ധുവാണ് കാൾ മാർക്സ് എന്ന് പറയും. അതാണ് നമ്മുടെ പിള്ളേരുടെ അറിവ്. ഒന്നുകൂടെ ഇതാണ് റീക്യാപ്പ്. കൈനസിക്സ്, വൊക്കാലിക്സ്, വോക്സിക്സ്, പ്രോക്സിമിക്സ്, ആപ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്. Formal education will make you a living. Self-education will make you a fortune. ഞാൻ എന്നാണോ ഞാൻ സെൽഫ് എഡ്യൂക്കേഷൻ തുടങ്ങിയത്, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, അന്നാണ് എന്റെ കംപ്ലീറ്റ് ചേഞ്ച് വന്നത്. ഞാൻ സ്കൂളിലും കോളേജിലും മറ്റെല്ലാം പഠിക്കുമ്പോൾ എക്സ്ട്രാ കരിക്കുലർ റീഡിംഗ് ഹാബിറ്റേ ഇല്ലായിരുന്നു. MBBS പഠിക്കുമ്പോഴും ഇല്ല, MDക്കും ഇല്ല. അതിനുശേഷമാണ് ഞാൻ പിക്കപ്പ് ചെയ്തത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ സെൽഫായിട്ട് ലേൺ ചെയ്തതാണ്. സോ സെൽഫ് എഡ്യൂക്കേഷൻ ഏറ്റവും പറഞ്ഞ ഈ ഇരിക്കുന്ന മിക്കവർക്കും പിള്ളേർ കാണും, ചെറുമക്കളാണ്. പിള്ളേരെയും ചെറുമക്കളെയും ഇതിന്റെ പഠിക്കാനായിട്ട് വായിക്കാനായിട്ടുള്ള ശീലം വളർത്തുക. ചുമ്മാ TV-യിൽ പരട്ട കുറെ ഐഡിയ സിംഗർ, സ്റ്റാർ സിംഗർ എല്ലാം നോക്കി നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ വലിയ പ്രയാസമാണ്. ക്രിക്കറ്റും കണ്ട് കൈയടിച്ചുകൊണ്ടിരുന്നാൽ ധോണി പെപ്സി അഡ്വർടൈസ്മെന്റിൽ കൂടെ 10-30-40 കോടി അയാൾ ഉണ്ടാക്കും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു കാര്യം ഗുണമായിട്ടില്ല. കാണുക, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം അതിൽ പോരുത്. വായനാശീലം, വായിക്കുക വായിക്കുക വായിക്കുക. എല്ലാ വ്യാഴാഴ്ചയും 8 മണിക്ക് എന്റെ ടോക്ക് ഉണ്ട്. ഈ വ്യാഴാഴ്ചത്തെ ടോക്കാണ് ബേബി സ്റ്റെപ്സ് ടു പീസ്ഫുൾ ലൈഫ്. അത് കഴിഞ്ഞാൽ സംതിങ് ഫ്രം നത്തിങ്, സെയിം ലിങ്കാണ്. ഇതിന്റെ വീഡിയോ റെക്കോർഡിംഗ് കിട്ടുമ്പോൾ നിങ്ങൾ ഇതിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണെന്നുള്ളതൊക്കെ. Now we have 8 minutes for discussion. Okay, thank you. റെഡ്മി ആരാണെന്ന് എനിക്ക് പേര് അറിഞ്ഞൂടാ. റെഡ്മി നോട്ട് 7 Pro. പേരൊക്കെ മാറ്റണം. അതൊക്കെ യഥാർത്ഥ പേര് വരണം. ഇങ്ങനെ ഒളിഞ്ഞു നീക്കരുത്. ഐ വെൽക്കം യുവർ ക്വസ്റ്റ്യൻസ്, കമന്റ്സ്. ഞാൻ ആദ്യം പറഞ്ഞു ഐ വിൽ എന്റർടൈൻ യു. എന്റർടൈൻ ചെയ്തെന്നുണ്ടെങ്കിൽ വയ്യട്ടെ. Did I meet my promise? നിങ്ങളെ എന്റർടൈൻ ചെയ്തിരിക്കും എന്നുള്ളത് മീറ്റ് ചെയ്തോ? എസ് എന്നുണ്ടെങ്കിൽ എസ് എട്ടെ, വരട്ടെ. എന്തൊക്കെയാണ്? യെസ് യെസ്, താങ്ക് യു ഗീതാജി. എൻലൈറ്റൻ ചെയ്തോ? ഇതിൽ കൂടെ പുതിയ കുറെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എൻലൈറ്റൻ ചെയ്യും. ന്യൂ ഇൻഫർമേഷൻ, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത കുറെ കാര്യങ്ങൾ വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ്. റിയൽ ലൈഫാണ് ഞാൻ കാണിച്ചതെല്ലാം. യെസ്, താങ്ക് യു. എംപവർ യു. ഇനി നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് മാറ്റി നോക്കിക്കേ, അപ്പോഴറിയാം. ഗാന്ധി ആകണ്ട. ഷർട്ടെല്ലാം എടുത്ത് കളഞ്ഞു വെച്ച് നാളെ ഗാന്ധി ആയിട്ട് വടിയും പിടിച്ച് നടക്കണ്ട കേട്ടോ. അതുകൊണ്ട് ഒരു കാര്യം കിട്ടത്തില്ല. നിങ്ങളുടെ ജസ്റ്റേഴ്സ് ഒന്നുമില്ലെങ്കിൽ സിമ്പിൾ ഈ വിരൽ ചൂണ്ടി ഒരാൾ സംസാരിക്കുന്നത് അത് ആദ്യം നിർത്തുക. എനിക്ക് ആ ശീലം ഉണ്ടായിരുന്നു, റിയലൈസ് ചെയ്തു. ദിസ് എ റൂഡ് ഇംപൊളൈറ്റ് ജസ്റ്റർ. ഒരാളത്ത് പറയുന്നു ആ കഥയൊന്ന് അടയ്ക്കാമോ. അവിടെ ഇത് ഇങ്ങനെ കാണിച്ചാൽ അത് റിക്വസ്റ്റ് അല്ല, ഇറ്റ് ബിക്കംസ് എ ഓർഡർ. ഞാൻ പറഞ്ഞു ആ കഥയൊന്ന് അടയ്ക്കാമോ, ഫ്ലാറ്റ് ഹാൻഡ്, ദാറ്റ്സ് എ റിക്വസ്റ്റ്. പോയിന്റിംഗ് ഫിംഗർ, നോ, ഇറ്റ് ഈസ് ആൻ അക്യൂസിംഗ്. ഓർഡറിംഗ്. ഓക്കെ സാർ, ഇനി ഒരു 5 മിനിറ്റ് 6 മിനിറ്റേ ഉള്ളൂ. മതി, ചോദിക്കാം. ചോദിക്കാം. മടിക്കരുത്, പേടിക്കരുത്. മടിയും പാടില്ല, പേടിയും പാടില്ല. സാറിനെ പേടിക്കണ്ട. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ചോദിക്കേണ്ട സമയമാണ്. പെട്ടെന്ന് തന്നെ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരിക.
എനിക്ക് അപ്പോഴേ ഓരോരുത്തരെ ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. ഈ ക്ലാസ് ഒക്കെ കിട്ടേണ്ടുന്ന സമയം എന്നേ കഴിഞ്ഞു. എന്നേ നന്നാവാമായിരുന്നു നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ. ഇനിയും ദുഃഖിക്കരുത്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതാണ് ഓർക്കേണ്ടത്. അതാണ്. ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ, ഇപ്പോഴെങ്കിലും കുറച്ച് മാറ്റം വരുത്താമല്ലോ. അല്ല ഇനി നിങ്ങളുടെ അത് മക്കളുണ്ടല്ലോ, ചെറുമക്കളുണ്ടല്ലോ, മക്കളെയും ചെറുമക്കളെയും ഇത് വെച്ച് നിങ്ങൾക്ക് ഗൈഡ് ട്രെയിൻ ചെയ്യാം. ചെയ്യുക. അതാണ് ഇനി. എക്സാക്ട്ലി. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് നേരത്തെ അറിയേണ്ടതായിരുന്നു. അറിഞ്ഞെങ്കിൽ അന്നേ നന്നാവാമായിരുന്നു. ഇനിയെങ്കിലും നന്നാവാനുള്ള ഒരു ചെറിയ കുറച്ചു കാലമുണ്ട്, നന്നാവാനുള്ള അവസരമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. ഇതാണ് എൻ്റെ അഭിപ്രായം. ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറയണേ, അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. നോക്കിക്കോളെ, 36 പേരുണ്ട്. ബാക്കി എല്ലാവരും എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? അതാണ് ഹാൻഡ് റൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാം. അല്ല നമ്മളങ്ങനെ അറിയാം. എന്താണ് ലതാ മനോഹരൻ മറ്റുള്ളവരെല്ലാരും? ഡോക്ടർക്ക് പറയണമെങ്കിൽ പറഞ്ഞോളൂ ഡോക്ടർ. ഓക്കെ. ആരാണ്? റാം മോഹനോ? ലതാ മനോഹരൻ. ലതാ മനോഹരൻ. അവരൊക്കെ സ്ഥിരം സംസാരിക്കുന്നവരാണ്. അവരെന്റെ വേറെ ടോക്കിന് വരും. വ്യാഴാഴ്ച എന്റെ വരാറുണ്ട്. വേറെ ഇവിടെ പുതുമുഖങ്ങൾ കുറെ പേരുണ്ട്, ഞാൻ പരിചയമില്ലാത്തവരൊക്കെ. ഒരു രത്ന സുന്ദരം. ഡോക്ടർ സനൽകുമാർ. സനൽകുമാറും എന്റെ പുള്ളിക്കാരനും ഒരുപാട് എനിക്ക് ഇതിനായിട്ട് പ്രതികരിച്ചിട്ടില്ലാത്ത കുറെ പേര് ഉണ്ട്. ലാലു വർഗീസ് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സുജാത ദേവി. എന്തായാലും അവര് പ്രതികരിക്കുമ്പോഴേക്കും, അവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ലതാ മനോഹരൻ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഹാൻഡ് റൈസ് ചെയ്യണേ. ആര് ഹാൻഡ് റൈസ് ചെയ്താലും അപ്പോഴേ നമ്മൾ ലതാ മനോഹരൻ ഡോക്ടറെ സ്റ്റോപ്പ് ചെയ്യും. നന്ദി 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 ശൈല ഡോക്ടറെ. നമസ്കാരം വേണുഗോപാൽ ഡോക്ടറെ. നമസ്കാരം. വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് മാത്രമല്ല, എംപവറിംഗ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ബോഡി ലാംഗ്വേജ് നമ്മൾ സാധാരണ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും ഒരു അതോറിറ്റിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ജസ്റ്റേഴ്സ് കീപ്പ് ചെയ്യുമെന്നല്ലാതെ പൊതുവേ ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ഈ ജസ്റ്റേഴ്സിനെ കുറിച്ച്, ബോഡി ലാംഗ്വേജിനെ കുറിച്ച് ബോധർ ചെയ്യാറില്ല. നമ്മളെങ്ങനെയോ അങ്ങനെ ഒരു ശീലത്തിൽ അങ്ങനെ പോവുകയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ഇത് വളരെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ഈ വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇപ്പോൾ കിട്ടിയത്. വളരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഒരാളുടെ ഒരു ചോദ്യമുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹോമിയോപ്പതി. എനിക്ക് ഹോമിയോപ്പതിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ അറിഞ്ഞുകൂടാത്ത ഒരിതിനെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ നിങ്ങൾ എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ രോഗികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, രോഗികളുടെ ഫാമിലിയായിട്ട് ഇന്ററാക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഈ ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കാം. ഓൾവേസ്, എനി പ്രൊഫഷൻ. ഒരു ഭിക്ഷക്കാരൻ തന്നെ അയാളുടെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അമ്മച്ചി, അമ്മേ, വല്ലതും തരണേ, അല്ലേ? അയാളുടെ ആ എക്സ്പ്രഷനും. എനിക്കൊരു 5 രൂപ തരണേ ചോദിച്ചാ കിട്ടുമോ? ആരെങ്കിലും കൊടുക്കുമോ? എനിക്കൊരു 2 രൂപ വേണം കേട്ടോ. ഇല്ല. വിളിക്കുന്നത് അമ്മച്ചി, ആ ശബ്ദമൊക്കെ കാണണം. അത് അമ്മച്ചി എനിക്കൊരു ഇല്ല. സാറ് പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ജോലി സംബന്ധമായിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില ജില്ലകളിൽ തന്നെ പൊതുവെ ഈ ടോണൊക്കെ വളരെ താഴ്ത്തി, അങ്ങനെ അല്ലെ, ടോണൊക്കെ വളരെ ഹമ്പിളായിട്ടുള്ള ടോണൊക്കെ ഉള്ള ജില്ലകൾ തന്നെ ഉണ്ട്. അതേസമയം അവിടെയൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ പല ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ട്. നമ്മളെ ടോൺ ശരിയല്ലേ, എന്റെ ടോൺ, നമ്മളെ അല്ല, എന്റെ. ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമുക്കൊരു 5 മിനിറ്റ് കൂടുതൽ പോയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ദിസ് വിൽ ബി വെരി യൂസ്ഫുൾ. ഇതുപോലെ നിങ്ങൾക്ക് ഇനി വേറൊരു സെഷൻ കിട്ടത്തില്ല. അതും ഞാൻ പറഞ്ഞുതരാം. എന്റെ ശബ്ദം പൊതുവെ ലൗഡാണ്. അത് നമ്മളെ ഇന്ത്യയിൽ നമ്മളെല്ലാം ലൗഡായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെ? നമ്മൾ സംസാരിക്കുന്നത് തന്നെ വളരെയാണ്. വെസ്റ്റിലാണ് മിക്കവരും വോളിയം കുറച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അമേരിക്കയിൽ വന്നിട്ട്, ഇത് നടന്ന സംഭവമാണ്, വന്നിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. ഞാനൊരു ബാങ്കിൽ ചെന്നു. എന്നിട്ട് ബാങ്കിൽ ഞാൻ അവിടുത്തെ ആ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന ക്ലർക്കുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 2-3 മിനിറ്റ് കഴിഞ്ഞോളം തന്നെ അവിടുത്തെ ഇരുന്ന മാനേജർ അവരങ്ങോട്ട് ഓടി വന്നു. യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, വാട്ട് ഇസ് ദി പ്രോബ്ലം? എനിക്കൊരു പിടിയും കിട്ടില്ല. വാട്ട് ഇസ് ദി പ്രോബ്ലം? ദർ ഇസ് നോ പ്രോബ്ലം. അവർ പറഞ്ഞു, ബിക്കോസ് യു ആർ ഷൗട്ടിങ്. കേട്ടോ, അവർ പറഞ്ഞത് ഞാൻ ഷൗട്ട് ചെയ്യാണെന്ന്. അത് കാരണം അവർ വിചാരിച്ചു അവിടെ എന്നാണ്ടോ പ്രശ്നമാണ്. ഒരു കസ്റ്റമർ വന്നിട്ട് അയാൾ, ഓക്കെ താങ്ക് യു സനൽകുമാർ, ഒരു കസ്റ്റമർ വന്ന് അവിടെ ഷൗട്ടിങ്. അപ്പൊ എന്റെ ആ വോളിയം
പിന്നെ വളരെ വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പൊ പോകുമ്പോൾ ഈ ശബ്ദത്തിൽ സംസാരിക്കുന്നത്. നിങ്ങളുടെ സംസാരിക്കുന്ന പോലെ അല്ല. ഞാനിപ്പോ ഇവിടുത്തെ ബാക്കിയുള്ള സംസാരിക്കുകയാണെങ്കിൽ എന്റെ വോളിയം വളരെ കുറയ്ക്കും കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഹായ് ടോം, ഹൗ ആർ യു ഡൂയിങ്, ഇസ് ഇറ്റ് ഓക്കെ, ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ് ഇങ്ങനെയുണ്ട്, സുഖം തന്നെ. നമ്മളവിടെ ചോദിക്കേണ്ടത് എന്താണ്, സുഖം തന്നെ. ഇവിടെ ഹൗ ആർ യു ഡൂയിങ്, വോളിയം അതിനൊത്ത് ഇത് ചെയ്യണം. അതാണ് ക്രോസ് കൾച്ചറൽ വ്യത്യാസം. അതാണ് അത് ഇവിടെയും പലയിടത്തും പല തരത്തിലാണ്. പിന്നെ ആ സ്പേസിന്റെ അത് ഞാൻ പറഞ്ഞുതരാം, അതും കൂടെ പറഞ്ഞ് നമുക്ക് നിരീക്കാം. ചിരിക്കാനുള്ളത് വകയുണ്ട്. ഇവിടെ നമ്മുടെ അവിടെ പോപ്പുലേഷൻ വളരെ കൂടുതലാണല്ലോ. നമ്മുടെ അവിടേക്ക് നമ്മൾ വോട്ടിടാനായിട്ട് എനിക്ക് കണ്ടിട്ടില്ല, തൊട്ടില്ല അങ്ങനെയല്ലേ നിൽക്കുന്നത് ലൈനില്, ക്യൂവിലൊക്കെ. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല. ഇവരൊരു 2-3 അടിയെങ്കിലും വ്യത്യാസത്തിലാണ് ലൈനിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യം വന്ന് ഇതേപോലെ ബാങ്കിൽ പോകുന്നു, മുൻപിൽ ഒരു മദാമയും സായിപ്പൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ സായിപ്പിന്റെ ബാക്കി ചെന്ന് ഞാൻ നിന്നു, ഒരു കഷ്ടിച്ച് ഒരടി ഗ്യാപ്പിൽ. എന്നാൽ സായിപ്പ് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് സായിപ്പ് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചു. ഞാൻ അങ്ങനെ ആ സ്പേസ് എവിടെ കയറി, ഇന്റിമേറ്റ് സ്പേസിൽ കയറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 എന്നുള്ള സോൺ, ഇന്റിമേറ്റ് സ്പേസിൽ കയറി ഉടനെ സായിപ്പുടൻ തന്നെ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചു. ഞാൻ ഓർക്കാതെ ഞാനും ഒരു സ്റ്റെപ്പ് വീണ്ടും ഫ്രണ്ടിലോട്ട്. നമ്മുടെ ഈ കാറ് തന്നെ കുറച്ച് ഫ്രണ്ടിൽ പോകും, നമ്മൾ അതിന്റെ അടുത്ത് പോകുന്ന പോലെ. അപ്പോൾ സായിപ്പ് ചേട്ടാ ഇവൻ എന്താണെന്ന് പറഞ്ഞിട്ട് സായിപ്പ് സൈഡ് സ്റ്റെപ്പ് ചെയ്തു കേട്ടോ, സൈഡിലോട്ടൊക്കെ മാറി. അപ്പൊ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് സഡൻ ആയിട്ട്, ചേട്ടാ ഇതാണ് സായിപ്പ് സൈഡിലോട്ട് പോയപ്പോഴാണ് എനിക്ക് പിടിയിട്ട് ഞാനിപ്പം ആ പ്രോക്സിമിക്സ് അത് കയറി ഞാൻ വയലേറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ അതായി. പിന്നെ ഓരോ തവണയും കോൺഷ്യസ് ആയിട്ട് ഒരു 2-3 അടി ഗ്യാപ്പിലാണ് അങ്ങനെ നിന്നിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ നാട്ടിൽ അവധിക്ക് വന്നു. അവധിക്ക് വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ടിക്കറ്റ് എടുക്കണമായിരുന്നു അവിടെ മറ്റേ എറണാകുളം വരെ പോകാനായിട്ട്. അവിടെ ക്യൂവില് ഞാൻ ഇതേപോലെ ഒരു 3 അടി ബാക്കിലായിട്ട് നിന്നു. ഇവിടെ പുതിയ ശീലമായി. 3 അടി നിന്നോണ്ട് എന്നാ പിടിച്ച് 2 പേര് ഇടയ്ക്കൊന്ന് കയറി. 2 പേര് ഇടയ്ക്കൊന്ന് കയറി. ഞാൻ ഹലോ ഞാൻ ഇവിടെ ക്യൂവിലാണ് നിൽക്കുന്നത്. അവിടെ പോയി ഇതാണ് ക്യൂവിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ അവിടെയാണ് പോയി നിൽക്കുന്നത്. തീർന്നില്ലേ? അതിനുശേഷം നാട്ടിൽ വരുമ്പോൾ തൊട്ടില്ല എന്ന് പറഞ്ഞ് ഉരുമി നിന്നാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ബോഡി ലാംഗ്വേജും ചേഞ്ച് ചെയ്യണം എവിടെ നിൽക്കുമ്പോൾ. സ്ഥലത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ എന്റെ ടോക്ക് വളരെ പോപ്പുലർ ആയത്. ക്രോസ് കൾച്ചറൽ ബോഡി ലാംഗ്വേജ്. ഞാൻ കൊടുത്ത ടോക്ക് ഡിഫറെന്റ് കൾച്ചറിൽ വ്യത്യാസമുണ്ട് അതിന്റെ. അതുപോലെ ഒരിക്കൽ ഒരു സ്റ്റാഫ് മീറ്റിംഗ്, ഇതും നടന്നൊരു സംഭവമാണ്. സ്റ്റാഫ് മീറ്റിംഗിൽ ഞങ്ങളുടെ സൂപ്പർവൈസർ അവര് കുറെ പോളിസിയിൽ കുറെ വ്യത്യാസങ്ങൾ, പുതിയ പോളിസിയിൽ കുറെ ചേഞ്ചസ്, നമ്മൾ പറയല്ലോ ചില അമെന്റ്മെന്റ്സ് ഒക്കെ, അതും എല്ലാം കൂടെ ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. 10-15 ഡോക്ടേഴ്സ് ഉണ്ട്, HR ഹ്യൂമൻ റിസോഴ്സിന്റെ അങ്ങേരും അവിടെ ഇരിപ്പുണ്ട്, ആ മിനിറ്റ്സ് ഒക്കെ എഴുതാനായിട്ട്, നടക്കുന്നതിന്റെ എല്ലാം എഴുതാനായിട്ട്. അവർ കുറെ പറയുന്നു. ഇവർ പറയുന്നതെല്ലാം ശുദ്ധ ഇതാണ്, അസംബന്ധമാണ്. നമുക്ക് ഈ ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, there are 2 things that are infinite. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇതില്ല, അനന്തം എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ്. 1 is the universe, 2 ഹ്യൂമൻ സ്റ്റുപ്പിഡിറ്റി. അത് ശരിയാണെന്നുള്ളത് ഞാൻ ഇവിടെ ഒരുപാട് പേര് ഞാൻ കണ്ടു കേട്ടോ. സ്റ്റുപ്പിഡിറ്റിയുടെ ഓരോ ഇതും ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ഇങ്ങനെ മൂക്കിനെ തൊടാം അല്ലേ, ഇതെല്ലാം എളുപ്പ വഴി. പക്ഷെ ഇവിടെ ചിലതെന്താ പറയാ, ഇങ്ങനെ തൊടുന്ന പരിപാടിയാണ് ഇവിടുത്തെ പലത്, എങ്ങനെ ചുറ്റി വളച്ച്. അപ്പൊ അതുപോലെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കറിയാം ഇവിടെ നമ്മളുടെ ചിലതൊക്കെ പറഞ്ഞാൽ ഒന്നും ഏക്കത്തില്ല, അവർ മാറത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ അവിടെ ഒരു വാ തുറന്നില്ല. വാ ആ കൂടി തുറന്നിട്ടുണ്ടെങ്കിൽ വല്ല കോട്ട് വേടാൻ വല്ല തുറന്നിട്ടുണ്ടെങ്കിൽ വല്ല യാണിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഉണ്ടായിരുന്നു. വേറെ ചിലരൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത മാസത്തെ മീറ്റിംഗിൽ പഴയ മീറ്റിംഗിന്റെ മിനിറ്റ്സ് വന്നു. ഞാനെടുത്ത് ഇങ്ങനെ ചുമ്മാ മിനിറ്റ്സ് വായിച്ചോടനെ ഡോക്ടർ റെഡ്ഡിയാർ വാസ് നോട്ട് റിസെപ്റ്റീവ്. ഡോക്ടർ റെഡ്ഡിയാർ വാസ് നോട്ട് റിസെപ്റ്റീവ് ടു ദി മറ്റേ അമെൻഡഡ് പോളിസി. ചേട്ടാ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, അയാൾ ഇങ്ങനെ എഴുതി. ഞാൻ നേരെ അയാളെ ചെന്ന് കാണാൻ പോയി, HR അയാളെ. അയാളുടെ പേര് ഡാനിയൽ ഹെല്ലി എന്നാണ്. ഞാൻ പറഞ്ഞു, ഡാനിയൽ, the minutes says that I was not receptive.
As I recall, I didn't utter even a single word. I was sitting quiet. So was it a mistake? Oh, no. Your body language. I'm saying in the body language. I'm saying, okay, what is my body language? You are sitting with your arms crossed. ഇവിടെ സൈക്കോളജി ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം യു ആർ ക്ലോസ്ഡ് ഓഫ് കേട്ടോ, ഓപ്പൺ അല്ല, നമ്മള് ക്ലോസ്ഡ് ഓഫ് എന്നുള്ളത്. അപ്പൊ ഞാൻ അയാളെ ചോദിച്ചു, ഡു യു നോ എനിത്തിങ് അബൌട്ട് ക്രോസ് കൾച്ചറൽ ബോഡി ലാംഗ്വേജ്? ഒന്ന് അവനിങ്ങനെ നോക്കി. സോ യു ഡോണ്ട് നോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം ഫ്രം ഇന്ത്യ. In India, that is, in the courtroom also, the attorneys, they instruct the witnesses to stand with their arms folded across the chest. Otherwise, they may show some gestures towards the judge unintentionally. That will be offensive. So that is to control yourself and not to show that one. And teachers also, when they want to discipline, they expect the children to stand with the arms folded across the chest. And in India, we have the caste system also. The lower caste people, when they go before the upper caste people, they used to stand with the arms and mouth also. Alle kaiyum ketti vaayum poddi nikkunnu. So it is a cultural thing. And parents also, when they are disciplining their children, they expect the child to stand, the arms folded across the chest. And if you look at Bill Gates in the 3-4 padam undu, Obama undu nokkiya ariyam, with the post standing with the arms folded across the chest. If the weather is cold, that day you know that it is winter. If the weather is cold also, we will sit there with the arms folded across the chest. So you have jumped to the conclusion that I was not receptive. I think that I give talks on body language. I think that one aayal വളരെ sarcastic ആയിട്ട് വളരെ പുച്ഛത്തോടുകൂടി, why don't you give a talk here? അതാണ് എനിക്ക് വലിയ ഉപകാരമായിട്ട് മാറിയത്. അയാൾ വളരെ പുച്ഛമായിട്ട് പറഞ്ഞു, why don't you give a talk here? ഞാൻ പറഞ്ഞു, yeah, I am ready. Then you contact the education department. അവർക്ക് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു എഡ്യൂക്കേഷൻ വിങ് ഉണ്ട്. ഞാൻ പറഞ്ഞു, first I would like you to call them because I am a stranger to them. If you tell them, yeah, then I am ready to go there. അയാൾ അപ്പോൾ തന്നെ വിളിച്ച് അവിടുത്തെ ഒരു ചാർജിലിരിക്കുന്ന ഒരു നേഴ്സാണ്. അവരോടൊന്നും തന്നെ അവർക്കും വലിയ താല്പര്യമില്ല. അവർ പറഞ്ഞു, ഓക്കെ, ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിലുള്ള ഒരു ബ്രേക്കുള്ള സെഷൻ. അതിനിവിടെ 2 ടൈപ്പാണ്. ലഞ്ച് ടൈപ്പിൽ ഇതുപോലെ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട് എഡ്യൂക്കേഷനിൽ തന്നെ. ഒന്ന് ബ്രൗൺ ബാഗ് ലഞ്ച് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ആഹാരം കൊണ്ടുവന്നോളാം. ലഞ്ച് അവർ തരത്തില്ല. ബ്രൗൺ ബാഗ് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം പിസ്സ അല്ലെങ്കിൽ മറ്റേ നൂഡിൽസ് അവർ തരും. അവൻ പറഞ്ഞു ബ്രൗൺ ബാഗ് ലഞ്ച്, ഇതിൻ്റെയൊക്കെ ക്രോസ് കൾച്ചറൽ ബോഡി ലാംഗ്വേജ്. എന്റെ ടീമിലുള്ള കുറെ നേഴ്സസും ബാക്കി എല്ലാവരും വന്നു, ഒരു 10-12 പേര്. അവരത് ഉഗ്രനായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ ഫീഡ്ബാക്ക് കൊടുത്തു. പിന്നെ അവരോടൊപ്പം തന്നെ അവിടുത്തെ സൂപ്പർവൈസറി സ്റ്റാഫിന് സെമിനാർ മൊത്തം, അതായത് ലാബ് സൂപ്പർവൈസർ, റേഡിയോളജി എല്ലാവരുമായിട്ടൊക്കെ 3 മണിക്കൂർ സെഷൻ, 2 സെഷൻ വെച്ചു. 2ാമത്തെ സെഷനിൽ ഹോസ്പിറ്റലിലെ ഡയറക്ടർ വന്നു, അയാളുടെ ഒരു പേഴ്സണൽ ടീം അംഗങ്ങളായിട്ടൊക്കെ ഈ ഫീഡ്ബാക്ക് കേട്ടിട്ട് കൊള്ളാം, ഉഗ്രനായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങേരത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇറ്റ് വാസ് ആൻ ഐ ഓപ്പണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. ഐ തിങ്ക് ദാറ്റ് യു മസ്റ്റ് ഗിവ് ദിസ് ടോക്ക് ടു ദി യൂണിവേഴ്സിറ്റി, അവിടുത്തെ മറ്റേ കൾച്ചറൽ ഡിവേഴ്സിറ്റി. നമ്മൾ ഐ ഡോണ്ട് നോ എനിബഡി. ഐ ക്യാൻ ഇൻട്രൊഡ്യൂസ് യു ടു. അങ്ങനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, യൂണിവേഴ്സിറ്റി കൊടുത്തു. അങ്ങനെ പോയിട്ട് അങ്ങനെ ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജേർണലിസം, അങ്ങനെയാണ് അവസാനം നാഷണൽ പബ്ലിക് റേഡിയോ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ സാർ? ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വളരെ രസാവഹമായിരുന്നു. നല്ല ക്ലാസ് എടുത്ത സാറിന് നമുക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ചന്ദ്രമോഹൻ ഡോക്ടറെ ക്ഷണിക്കുക. ചന്ദ്രമോഹൻ ഡോക്ടറെ, കമന്റുകളൊക്കെ വന്നോണ്ടിരുന്ന ഏത്, അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ വിളിച്ചത്. ചന്ദ്രമോഹൻ ഡോക്ടർ ഉണ്ടോ? നന്ദി പറയാമോ? സാറേ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്, എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്. സാറിന് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയ ക്ലാസ്. വളരെ ഡോക്ടറെ കേൾക്കുന്നില്ല, റേഞ്ച് പ്രശ്നം ഉണ്ടോന്നു.
റേഞ്ച് പ്രശ്നമാണ്. റേഞ്ച് പ്രശ്നമുണ്ട്. നമുക്ക് ഗീത എം ജി മാഡം ഉണ്ടോ? ഗീത എം ജി മാഡം, മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? മാഡം സംസാരിച്ചോളൂ. ക്ലാസ് വളരെയധികം ഇൻഫർമേറ്റീവ് ആയിരുന്നു, രസകരമായിരുന്നു. എല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് തോന്നുന്നു. ഈ ക്ലാസ്സിന് എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ ഈ IFPSന്റെ പേരിലും എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഓക്കെ, നന്ദി ഗീത മാഡം. എന്തായാലും നമ്മൾ ഇനിയും നല്ല ക്ലാസ്സുകൾ ഇതുപോലെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് മലയാള സെഷനോടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഓക്കെ, സല്യൂട്ട്. Salute, sir. Right on. ഓക്കെ.